ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തീർച്ചയായും അല്ലാഹു കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബബന്ധമുള്ളവർക്ക് സഹായം നൽകുവാനുമാണ്. അവൻ വിലക്കുന്നത് നീചവൃത്തിയിൽ നിന്നും ദുരാചാരത്തിൽ നിന്നും അതിക്രമത്തിൽ നിന്നുമാണ്. നിങ്ങൾ ചിന്തിച്ചു ഗ്രഹിക്കുവാൻ വേണ്ടി അവൻ നിങ്ങൾക്ക് ഉപദേശം നൽകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുളിഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്ന ഖൈറൽ ഹദീസ് കിതാബുല്ലാഹ് വഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശറൽ ഉമൂരി മുഹ്ദസാതുഹാ വകുല്ലു ബിദ്അത്തിൻ ളലാലഹ. അഊദു ബില്ലാഹിസ് സമീഉൽ അലീം മിനശ് ശൈത്വാനിർ റജീം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ബഹുമാന്യരായ അധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട ഇസ്ലാഹി പ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, നാട്ടുകാരെ, കുറ്റിച്ചിറയിലെ സുപ്രസിദ്ധമായ സംവാദങ്ങൾ കഴിഞ്ഞ് ഏകദേശം 36 വർഷത്തോളമായി എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഈ പ്രദേശത്ത് ആ സംവാദത്തിന് കളമൊരുക്കിയ ഇവിടുത്തുകാരായ രണ്ട് വ്യക്തികളെ ഓർക്കാതിരിക്കാൻ സാധ്യമല്ല. ഒന്ന് ചേമ്പുംകണ്ടി മാമുക്കോയ സാഹിബ്, അതുപോലെ തന്നെ മറം PS ബാവ സാഹിബ്. രണ്ടുപേർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരെ നമ്മളെയും അള്ളാഹു സ്വർഗത്തെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഈ പ്രദേശത്ത് ഇവിടുത്തുകാരായി ആ സംവാദത്തിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നവരാണ് അവരെല്ലാം. ഒരു വെല്ലുവിളിയിലൂടെ ഈ സംവാദത്തിലേക്ക് ഇങ്ങനെ കവാടം തുറക്കുകയും വ്യവസ്ഥാപിതമായി 12 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സംവാദം വ്യവസ്ഥപ്രകാരം തന്നെ ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്തു എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. കേരളത്തിലെ, പ്രത്യേകിച്ച് മുസ്ലിം സാംസ്കാരിക കേരളത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ് കോഴിക്കോട്. കോഴിക്കോടിൻ്റെ മുസ്ലിം കേന്ദ്രമാണ് കുറ്റിച്ചിറ. ഇവിടെ വെച്ചിട്ടാണ് ഇത്രയും ദിവസങ്ങളോളം നീണ്ടു നിന്ന ഒരു സംവാദം സമാധാനപരമായി ആരംഭിക്കുകയും സമാധാനപരമായി അവസാനിക്കുകയും ചെയ്തത്. അതിൻ്റെ ശേഷം മറ്റ് ഒരു സംവാദവും ആ രൂപത്തിൽ അവസാനിച്ചിട്ടില്ല. സംവാദങ്ങളെല്ലാം പലയിടത്തും ഉണ്ടായെങ്കിലും കുറ്റിച്ചിറ പോലെ തന്നെ അത് സമാധാനപരമായി അവസാനിക്കാൻ അനുവദിച്ചാൽ ആദർശ പാപ്പരത്തിൻ്റെ ഉടമസ്ഥന്മാർക്ക് അതൊരിക്കലും സഹിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് കുറ്റിച്ചിറയ്ക്ക് ശേഷം യഥാർത്ഥത്തിൽ യാഥാസ്ഥികത്തിലേക്ക് മുസ്ലിങ്ങളെ നയിക്കണമെന്നതിന് സംഘടിത ശക്തിയായി നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരു തീരുമാനം, ഒരു അജണ്ട സ്വകാര്യമായുണ്ട്. മുജാഹിദുകളുമായി വ്യവസ്ഥാപിതമായ ഒരു സംവാദവും സമാധാനപരമായി അവസാനിക്കാൻ അനുവദിക്കരുതേ എന്നതാണ് ഒരു തീരുമാനം. അതുകൊണ്ട് തന്നെ അവസാനം എന്തെങ്കിലും കശവിശയുണ്ടാക്കി, കലഹമുണ്ടാക്കി അത് വ്യവസ്ഥ പ്രകാരം നടക്കാൻ അവരനുവദിക്കുകയില്ല. ഇവിടുത്തെ നീണ്ടു നിന്ന ഈ സംവാദം അവസാനിച്ചപ്പോൾ അതുകൊണ്ടുണ്ടായത് എന്താണെന്നറിയാമോ? കേരളത്തിലെ സകല സുന്നി മഹല്ലുകളിലും
ഒരു വമ്പിച്ച ചലനമുണ്ടായി. കാരണം മുജാഹിദുകൾ പറയുന്നത് അതാണല്ലോ ശരി. മാത്രമല്ല, ഇവിടെ ആകെ പറഞ്ഞു വരത്തിയിരുന്ന മുജാഹിദുകൾക്ക് കിതാബ് അറിയില്ല, അവർക്ക് യാതൊരു കാര്യത്തെക്കുറിച്ചും വിവരമില്ല, എന്തെങ്കിലും ഏടുകളോ മാസികകളോ വായിച്ചു കൊണ്ടാണ് അവർ ഈ പ്രസംഗിച്ച് നടക്കുന്നത് എന്നതായിരുന്നു ഇവിടെ മുസ്ലിയാക്കന്മാരിൽ നല്ലൊരു വിഭാഗം പ്രചരിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംവാദത്തിന് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഇതെല്ലാം ഒരു ദിവസം വന്നോ എല്ലാ ദിവസവും കേട്ടു. അദ്ദേഹം സദസ്സിലിരുന്ന് കുറച്ച് ആചാരമായി സംസാരിക്കുന്ന ഒരാളാണ്, കുറച്ച് ദൂര സ്ഥലത്തുള്ള ആളുമാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു. ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്നത് ഈ വഹാബികൾ കിതാബ് നോക്കാറില്ല, അവർക്ക് കിതാബ് അറിയില്ല എന്നാണ് ഞങ്ങളുടെ മുസ്ലിംമാർ പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ കുറ്റിച്ചറ സംവാദം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് മനസ്സിലായി. കാരണം രണ്ട് വിഭാഗം ആളുകളെയും കിതാബുകൾ അവർ മുന്നിൽ അട്ടിയായി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ കിതാബുകൾ പറയുന്ന കാര്യം അതെടുത്ത് വാങ്ങിച്ച് ശരിക്കും സമർത്ഥിക്കുന്നവർ വഹാബികളാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്. നമ്മുടെ മുസ്ലിയാക്കന്മാർ കിതാബിലുണ്ട് എന്ന് പറയുന്നല്ലാതെ, കിതാബുകൾ ഇങ്ങനെ അട്ടിയായി വെക്കുക എന്നല്ലാതെ കിതാബ് ഉപയോഗപ്പെടുത്തി സംസാരിക്കുന്നില്ല എന്നതായിരുന്നു. ഏതായിരുന്നാലും ഞാൻ അയാളുടെ പ്രതികരണം അതെല്ലാം വിടട്ടെ. പക്ഷെ ഇതിൻ്റെ ശേഷം ഉണ്ടായതാണ് പിന്നീട് സുന്നി മഹല്ല് ഫെഡറേഷൻ എന്ന് പറഞ്ഞൊരു ഫെഡറേഷൻ. എന്തിനായിരുന്നു അതിൻ്റെ? സുന്നി മഹല്ലുകളെല്ലാം വിളക്കമുണ്ടായപ്പോൾ വൈകാരികമായി അവരെ പിടിച്ചു നിർത്താൻ ഒരു ഫെഡറേഷൻ്റെ ആവശ്യം അവർക്ക് വന്നു. അതുകൊണ്ട് നമ്മളൊക്കെ പാരമ്പര്യത്തിൽ നിൽക്കണം, ഒരിക്കലും വഹാബികളുടെ പിന്നാലെ പോയിക്കൂടാ, നമുക്കതിൽ മാറ്റം സംഭവിച്ചുകൂടാ എന്നത് അടക്കി നിർത്താൻ വേണ്ടി അവസാനം ഒരു സംഘടനയ്ക്ക് തന്നെ രൂപം നൽകി. അതിന് ശേഷം സുന്നി മഹല്ല് ഫെഡറേഷൻ അത് കെട്ടുറപ്പിച്ച് അതിൽ വൈകാരികമായി സുന്നികളെ തടച്ചു നിർത്തുകയാണ് അവർ ഉദ്ദേശിച്ചത്. ഏതായിരുന്നാലും എന്താണ് ഇവിടെ നടന്നത്, എന്താണ് സംവാദത്തിൻ്റെ പ്രധാന വിഷയം, ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ സംവാദത്തിലുള്ള പ്രധാന വിഷയങ്ങൾ എന്തെല്ലാമാണ്, അത് മാത്രം പിന്നീട് അതിലെ പ്രമാണങ്ങളായി എന്താണ് നമ്മൾ അംഗീകരിച്ച് വന്നത്, ഇതാണല്ലോ നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഈ സംവാദം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഈ വാദപ്രതിവാദങ്ങളെല്ലാം? പരിശുദ്ധ ഖുർആൻ പ്രബോധനം ചെയ്യാൻ നമ്മൾ പറഞ്ഞിരിക്കുന്നു, ആരെയും ആദർശം അടിച്ചേൽപ്പിക്കാൻ പറഞ്ഞിട്ടില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ ബലാത്കാരമില്ല, സത്യവും അസത്യവും വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രബോധനം ചെയ്യുക, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളത് സ്വീകരിക്കട്ടെ, അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു സാധാരണക്കാരെയും പരിശുദ്ധ ഖുർആൻ അവർ ഉത്ബോധിപ്പിക്കുന്നത്, പറയുന്നത് ആരായിരുന്നാലും ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കണമെന്നാണ്. അത് ഖുർആനെ അങ്ങനെ പറയാൻ കഴിയൂ, കാരണം പരിശുദ്ധ ഖുർആൻ സത്യത്തിൻ്റെതാണ് ഗ്രന്ഥം, 100% സത്യവുമാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനെ ആ വാക്ക് പറയാൻ സാധിക്കൂ. അല്ലദീന യസ്തമിഊനൽ ഖൗൽ, വാക്ക് ശ്രദ്ധിച്ച് കേൾക്കുന്ന എൻ്റെ ദാസന്മാർക്ക്, എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ. ആ പറയുന്നത് ആര് പറയുകയാണെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. കേൾക്കുന്നത് അലങ്കോലപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ, ശ്രദ്ധിച്ച് കേൾക്കുക. ശ്രദ്ധിച്ച് കേട്ടാൽ കേട്ടത് മുഴുവൻ അനുകരിക്കണമെന്നല്ല, കേട്ടത് മുഴുവൻ അനുകരിക്കണമെന്നല്ല, കേട്ടത് മുഴുവൻ നിരാകരിക്കണമെന്നുമല്ല. അതാണ് ഹസനഹു, ആ കേട്ടതിൽ വെച്ച് ഏറ്റവും നല്ലതായതാണോ അതിനെ പിന്തുടരുന്നു, അവർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കുക. അപ്പോൾ എൻ്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ സശ്രദ്ധം ആര് പറയുന്നു നിങ്ങൾ കേൾക്കുക. കേട്ടതിൽ ഏറ്റവും നല്ലത് ഏതാണോ ആ ഏറ്റവും നല്ലത് നിങ്ങൾ പിന്തുടരുക. അങ്ങനെ ചെയ്യുന്നവരാരാണോ ഫൗലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ്, അവർക്കാണ് അള്ളാഹു സന്മാർഗം പ്രദാനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉലായിക്കഹും ഉലുൽ അൽബാബ്, അവരാണ് കഴമ്പുള്ളവർ, ബുദ്ധിയുള്ളവരും അവരാണ്. നേരമറിച്ച് ബുദ്ധിയില്ലാത്ത വിഡ്ഢികൾ അവർ കേട്ടാൽ അവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ കേൾക്കൂ, മറ്റൊന്നും കേൾക്കാൻ പോകരുതേ, കേൾക്കരുതേ എന്ന് പറയും. കേട്ടതൊക്കെ അനുകരിക്കണം, അത് ചിന്തിക്കാനും പറ്റില്ല. അപ്പോൾ മറ്റുള്ളവരൊന്നും കേൾക്കാൻ പോകരുതേ, നമ്മുടെ ആളുകൾ പറയുന്നത് കേൾക്കുക, അത് കേൾക്കുന്നതൊക്കെ അനുകരിക്കുക, വേറുള്ളതൊന്നും കേൾക്കാൻ പോകരുതേ. ഇതാണ് എന്നും ബാത്തലിൻ്റെ ആളുകൾ പറഞ്ഞിട്ടുള്ളത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞാൽ നിങ്ങളെല്ലാം കേൾക്കണം, ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടിട്ട് ആ കേട്ടതിൽ ഏറ്റവും നല്ലത് നിങ്ങൾ പിന്തുടരണം, ഇതാണ് ഖുർആൻ്റെത്. എന്നാൽ ഈ ഖുർആനെ പറ്റി തന്നെ, ഈ ഖുർആൻ നിങ്ങൾ ഒരിക്കലും കേൾക്കാൻ പാടില്ല. ഖുർആൻ ഓതുകയാണെങ്കിൽ, അത് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഫൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ, നിങ്ങൾ ശബ്ദം ഒച്ചയും ബഹളം ഉണ്ടാക്കണം, എങ്കിലേ നിങ്ങൾക്ക് വിജയം ഉണ്ടാകും.
പരിശുദ്ധ ഖുർആൻ്റെ ആദർശം അത് കേട്ടാൽ മനസ്സിലേക്ക് അങ്ങനെ കിടക്കും. അതുകൊണ്ട് ലാ തസ്മഊ ലിഹാദൽ ഖുർആൻ, അവർ പറയുന്ന വാചകം അങ്ങനെയാണ്. ഖുർആൻ നമുക്ക് പറഞ്ഞു തരാണ്, ഖുർആൻ നിങ്ങൾ കേൾക്കരുതേ, കേൾക്കാൻ പോകരുതേ, അത് കേട്ടാൽ അപകടമാണ്. അതുകൊണ്ട് ഇനി അഥവാ നിങ്ങളടുത്ത് വന്ന് കേൾപ്പിക്കുകയാണെങ്കിലോ ഫൽഗൗ ഫീ, നിങ്ങൾ അതിൽ ഒച്ചയും വിളി ബഹളമുണ്ടാക്കണം, കൂക്കും വിളി ഉണ്ടാക്കണം. എന്നാലേ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയൂ നിങ്ങളുടെ ആദർശത്തിന്, അതല്ല നിങ്ങൾ പരാജയപ്പെടും. അത് ഖുർആൻ പറയുന്നു. ഇതുകൊണ്ടാണ് എന്തോ നിലയ്ക്ക് ഈ കുറ്റിത്തറയിൽ വെച്ചത് കേട്ടുപോയി, പക്ഷെ പിന്നെ അത് കേൾക്കാൻ പോയാൽ ഇതേ നിലയ്ക്ക് പോയാൽ അപകടമാണ് എന്ന് വിചാരിച്ച് പിന്നെ അത് നല്ല നിലയ്ക്ക് അവസാനിക്കാതെ എന്തെങ്കിലും നിലയ്ക്ക് ബഹളമുണ്ടാക്കി കോലാഹലങ്ങൾ ഉണ്ടാക്കി അത് അലങ്കോലപ്പെടുത്തുകയാണ് പിന്നെ ചെയ്തിട്ടുള്ളത്. അലങ്കോലപ്പെടുത്തിയതിന് ശേഷം പിന്നെ വിവാദങ്ങൾ ഞങ്ങളാണ് വിജയിച്ചത്, അതുകൊണ്ട് മറ്റവർ തോറ്റു. എന്തിനാണ് വിജയിച്ചത്? ഒച്ചയും വിളിയിട്ടതിൽ ഞങ്ങളെ വിജയിച്ചത് എന്നതിൻ്റെ അർത്ഥം. കൂക്കുണ്ടാക്കിയതിൽ ഞങ്ങളാണ് വിജയിച്ചത്, കുഴപ്പമുണ്ടാക്കിയതിൽ ഞങ്ങളാണ് വിജയിച്ചത് എന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ലാതെ ആദർശത്തിൽ വിജയിച്ചു എന്നല്ല. എന്ന് പറയുന്നു, ഇതിൽ ഏറ്റവും നല്ലതാണ് പിന്തുടരാം എന്ന് പറഞ്ഞല്ലോ. നല്ലത് ഏതാണ്? അല്ലാഹുല്ലദീ നസ്സല അഹ്സനൽ ഹദീസ്, അള്ളാഹു ഇറക്കിയത് ഏതാണോ അതാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ കിതാബാണ് ഒന്നാമത്തെ പ്രമാണം. ഞങ്ങൾ പറയുന്നത് അത് തന്നെയാണ്. അള്ളാഹു ഇറക്കിയത് ഏതോ അതാണ് ഏറ്റവും, അത് പിന്തുടരാനല്ലേ പറയുന്നത്. അല്ലാഹുല്ലദീ നസ്സല അഹ്സനൽ ഹദീസ്, വർത്തമാനങ്ങളിൽ വെച്ച്, ഹദീസുകൾ വെച്ച്, വാർത്തകൾ വെച്ച് ഏറ്റവും ഉത്തമമായത് അള്ളാഹു ഇറക്കിയതാകുന്നു. അതുകൊണ്ടാണ് ഏതൊരു മുസ്ലിം പ്രബോധകനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക അനുസരിച്ച് പ്രബോധനം നടത്തുന്ന ഒരുത്തൻ പറയാനുള്ളത്, അള്ളാഹു ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് ഷഹാദത്തേലിമ ചൊല്ലി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ സലാത്ത് ചൊല്ലി എന്നിട്ട് വിഷയം പറയാൻ പോകുന്ന അമ്മാബാദ് ഫൈന ഖൈറൽ ഹദീദ് കിതാബുല്ലാഹ്, പറയാൻ പോകുന്ന കാര്യത്തിൽ, ഞാൻ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ത് പറഞ്ഞാലും അതിൽ അള്ളാഹിൻ്റെ കിതാബിലുള്ള ഏതാണോ പറയുന്നത് അതാണ് ഏറ്റവും ഉത്തമമായത്. അമ്മാബാദ് ഫൈന ഖൈറൽ ഹദീദ് കിതാബുല്ലാഹ്, ഈ പറയുന്ന വർത്തമാനത്തിൽ ഏറ്റവും ഉത്തമമായത് അള്ളാഹിൻ്റെ കിതാബാണ്. അതാണ് ഫൈന ഖൈറൽ ഹദീദ് കിതാബുല്ലാഹ്. ഹദീസ് എന്ന് പറഞ്ഞാൽ വർത്തമാനം എന്നാണ്, വാർത്ത എന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആ വാർത്തകൾ ഏറ്റവും ഉത്തമമായത് അള്ളാഹുവിൻ്റെ കിതാബാണ്. ഓ ഖൈറുൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഈ അള്ളാഹുവിൻ്റെ കിതാബ് പ്രാവർത്തികമാക്കിയ നടപടിക്രമമുണ്ട്, ഒരു ചര്യ. അത് 23 കൊല്ലം കൊണ്ടാണ് പ്രാവർത്തികമായത്. ആ ചര്യയിൽ ഏറ്റവും ഉത്തമമായ ചര്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാണ്. അതാണ് അമ്മാബാദ് ഫൈന ഖൈറൽ ഹദീദ് കിതാബുല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയുന്നു വ ഖൈറൽ ഹദീ ഹദീ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചര്യകളിൽ, നടപടിക്രമങ്ങളിൽ ഏറ്റവും ഉത്തമമായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെതാകുന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിക്രമം, ആ നടപടിക്രമമാണ് ഈ കിതാബ് പ്രാവർത്തികമാക്കി കാണിച്ചെന്നുള്ളത്. ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കിക്കൊടുത്തത്, ആ ഇറക്കിക്കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വ്യക്തമായി കാണിച്ചു തന്നു. ഖുർആൻ തന്നെ ആ കാര്യം പറഞ്ഞു, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം. നബിയെ, ഈ സന്ദേശം താങ്കൾക്ക് ഇറക്കി തന്നത് താങ്കൾ ജനങ്ങൾക്ക് ഇത് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അത് വ്യക്തമാക്കി കൊടുത്ത ആ നടപടിക്രമം അതാണ് ഏറ്റവും ഉത്തമമായ നടപടിക്രമം. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായത്, അതിൻ്റെ ശേഷം പുതിയത് എന്തെല്ലാം ഉണ്ടായോ, വശറൽ ഉമൂരി മുഹദസാത്തുഹാ, കാര്യങ്ങളിൽ ഏറ്റവും ദോഷകരമായത് അതിൻ്റെ ശേഷം പുതിയത് ഓരോന്നുണ്ടായതാണ്. പുതിയതുണ്ടായതാണ് എന്ന് പറയുമ്പോൾ എവിടെയും ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി സത്യവും അസത്യവും കൂട്ടിക്കിടക്കുന്നത് മതപുരോഹിതന്മാരെ ബാത്തിലേക്ക് ക്ഷണിക്കാനുള്ള എന്നൊരു സമ്പ്രദായമാണ്. അത് ജൂത ക്രിസ്തീയ പുരോഹിതന്മാരാണ് പണ്ട് അത് ഉപയോഗിച്ചത്. ഈ ജൂത ക്രിസ്തീയ പുരോഹിതന്മാരെ അനുകരിക്കുന്ന ഒരു സ്വഭാവം മുസ്ലിം സമുദായത്തിലും ഉണ്ടാവും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പേ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ സ്വഭാവം മുസ്ലിങ്ങളിലേക്കും വന്നുകൂടിയിട്ടുണ്ട്. അതാണ് സത്യവും അസത്യവും കൂടി കലർത്തുക. അതുകൊണ്ട് അവരോട് ചോദിച്ചു, ലിമ തൽബിസൂനൽ ഹഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്നത്? നിങ്ങൾക്കറിയാലോ സത്യം ഏതാണ് എന്ന്, നിങ്ങൾക്കറിയാലോ. ഇതറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് തിരിയാതിരിക്കാൻ സത്യം അസത്യം കൂടി കൂട്ടിക്കലർത്തണോ നിങ്ങൾ? അത് എന്തിനാണ് ചെയ്യേണ്ടത്? ആ മതപുരോഹിതന്മാരോട് ചോദിച്ചതാണത്. അതുകൊണ്ട് അവരെ പിന്തുടരുന്ന സ്വഭാവം, ഇന്നക്കും ലതത്തബിഉന സനന മൻ കാന ഖബലക്കും ശിബ്റൻ ബിശിബ്രിൻ ദിറാഅൻ ബിദിറാഅ, നിങ്ങൾ മുമ്പ് കഴിഞ്ഞു പോയ സമുദായത്തിൻ്റെ കാൽപ്പാടുകൾ അനുകരിക്കും, നിങ്ങൾ ചാണോട് ചാണവും മുഴത്തോട് മുഴമായി അനുകരിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിനോട് പറഞ്ഞു. അപ്പോൾ ആരാണ് ആ ഉമ്മത്ത്, ആരാണ് മുമ്പ് കഴിഞ്ഞു പോയ സമൂഹം, ആരാണെന്ന് ചോദിച്ചപ്പോൾ അൽ യഹൂദ വൻ നസാറ യാ റസൂലല്ലാഹ്,
ജൂതന്മാരും ക്രിസ്ത്യാനികളുമാണോ അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് ഉദ്ദേശിക്കേണ്ടത്? സുമ്മമാൻ പിന്നെ അല്ലാണ്ട് ആരാണ്? അപ്പോൾ ആ ജൂത ക്രിസ്ത്യാനികൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ അവിടെ അതെല്ലാം ചെയ്യും. എത്രത്തോളം പറഞ്ഞു എന്നറിയാമോ? ഹത്താ ലൗ ദഖലൂ ജുഹറ ലബ്ബിൻ ലദഖൽതുമൂഹു. അവർ ഒരു ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അതേ ഉടുമ്പിൻ്റെ മാളത്തിൽ പ്രവേശിക്കും. അങ്ങനെ ജൂതന്മാരും ക്രിസ്ത്യാനികളും എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളും അനുകരിക്കുമെന്ന് പറഞ്ഞു. ഇതുപോലെ സത്യവും അസത്യവും കൂടി കൂട്ടിക്കുഴക്കുന്നത് മതപുരോഹിതന്മാരുടെ സ്വഭാവമായിരുന്നു. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഈ പുതിയത് കാര്യമെന്ന് പറയുമ്പോൾ, പുതിയതെല്ലാം ദോഷമാണെന്ന് പറയുമ്പോൾ, അതെല്ലാം അനാചാരമാണെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കും, ഈ മൈക്ക് പുതിയതല്ലേ, ഇത് പഴയതാണോ? ഇവിടെ കഴിക്കുന്ന ഈ ലൈറ്റ്, വൈദ്യുതി, അത് നബിൻ്റെ കാലത്തുണ്ടായിരുന്നോ? നബിൻ്റെ കാലത്ത് ഇങ്ങനെ പ്രസംഗവേടുണ്ടായിരുന്നോ? ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ പുതിയതല്ലേ? ഇവിടെ എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ ഉദ്ദേശിച്ചത്, എന്താണ് പറഞ്ഞത്? അത് വളരെ വ്യക്തമാണ്. എന്ത് പുതിയതാണ്? എന്താണോ നബി സല്ലല്ലാഹു കാലത്തിൽ പൂർണ്ണമായത്, ആ പൂർണ്ണമായതിൻ്റെ ശേഷം പുതിയതുണ്ടാകുന്നതെന്നാണ്. അതാണ് പുതിയത്. എന്താണ് പൂർണ്ണമായത്? ഈ ഭൗതികമായ ഇവിടുത്തെ നമ്മുടെ സൗകര്യങ്ങൾ അത് പൂർണ്ണമായി എന്ന് പറഞ്ഞിട്ടില്ല. പൂർണ്ണമായത് എന്താ അറിയാമോ? അല്ലൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അതാണ് പൂർണ്ണമായത്. മതമാണ് പൂർണ്ണമായത്, ദീനാണ് പൂർണ്ണമായത്. വഅത്മംതു അലൈക്കും നിഅമതി, എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. അത് മക്ക ഫതഹിന് ശേഷമാണ് പറയുന്നത്. കാരണം പൂർണ്ണമായ ദീൻ പരിപൂർണമായും പ്രാവർത്തികമാക്കി നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭരണകൂടത്തിൻ്റെ സഹായം വേണം. അതിന് എല്ലാ നിലക്ക് എതിർപ്പില്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാവണം. മക്ക വിജയത്തോടുകൂടി സുജാതമായി കഴിഞ്ഞു. അതുകൊണ്ട് മക്ക വിജയം കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം ഒരു ഹജ്ജ് കഴിഞ്ഞ് അതിൻ്റെ പിറ്റത്തെ കൊല്ലം അവസാനത്തെ ഹജ്ജിൽ അവിടെയാണ് പറയുന്നത് ദീൻ നിങ്ങൾക്ക് പൂർത്തിയായ ദീൻ പരിപൂർണമായും നടപ്പിലാക്കാനുള്ള അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. അതുകൊണ്ട് അത് നബിയുടെ കാലത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല, അത് മുഹമ്മദ് നബിക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ടായില്ല, നബിക്ക് അതിന് സാഹചര്യമുണ്ടായില്ല എന്ന് പിൽക്കാലത്ത് ആർക്കും പറയേണ്ടി വരില്ല. അതുകൊണ്ട് പരിപൂർണമായ മതം, പരിപൂർണമായ ദീൻ പരിപൂർണമായും പ്രാവർത്തികമാക്കുവാനുള്ള അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു റളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാം എല്ലാം അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ് അദ്ദീൻ, അത് നിങ്ങളുടെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിച്ചു. അപ്പം അതാണ് യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ദീൻ പൂർത്തിയായി, ദീനിൻ്റെ പൂർണ്ണമായി നടപ്പിലാക്കി. അവ ദീനിൻ്റെ ഉള്ളിൽപ്പെട്ടൊരു കാര്യം, മതപരമായൊരു കാര്യം, പരലോകത്ത് കൂലി കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഈ ലോകത്ത് അതുകൊണ്ട് പ്രയോജനം അറിയാത്തൊരു കാര്യം, അതെന്തെങ്കിലും പുതിയതുണ്ടാക്കുന്നുവെങ്കിൽ മുഹമ്മദ് നബിയുടെ കാലത്തുള്ളതായിരിക്കണം. ആ പൂർണ്ണമായതിന് ശേഷം പുതിയതൊന്നുണ്ടാക്കുകയാണെങ്കിൽ ആ പുതിയതിനാണ് വിദേഹത്ത് എന്ന് പറയുന്നത്. അതാണ് ദലാലത്ത്, അതാണ് വഴികേട്. കാരണം അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലം കിട്ടേണ്ട കാര്യം ഈ ലോകത്ത് അതുകൊണ്ട് പ്രയോജനമൊന്നും നമ്മൾ കാണുന്നില്ല. അങ്ങനത്തെ ഒരു കാര്യം അതെന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് നബിയുടെ കാലത്തുണ്ടാവണം. അപ്പോൾ നമ്മൾ മൈക്കിലുണ്ടായത് എന്തിനാണ്? നമ്മളിവിടെ സംസാരിച്ച പ്രബോധനം നടത്തിയ കാര്യത്തിനാണ് പ്രലോകത്ത് കൂലി കിട്ടേണ്ടത്. പക്ഷേ ഇന്നത്തെ ഈ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ കൂടുതൽ പേരെ ശബ്ദം കേൾപ്പിക്കണമെങ്കിൽ ഈ എല്ലാവിധ കോലാഹലം നടക്കുന്ന ഇന്നത്തെ അന്തരീക്ഷത്തിൽ പണ്ടുപോലത്തെ വായ കൊണ്ട് സംസാരിച്ചാൽ പറ്റുകയില്ല. അതിനാണ് ഈ ഉച്ചഭാഷിണി, കുറച്ച് ഉച്ചത്തിൽ സംസാരിക്കാൻ പറ്റുന്നൊരു യന്ത്രം നമ്മൾ കണ്ടുപിടിച്ചത്. അത് നമ്മുടെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിക്കുന്നു. അത് കണ്ടുപിടിച്ചാൽ അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്ക് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ മൈക്ക് നല്ലതാണോ, അല്ല മൈക്കിനുള്ള ദോഷമുണ്ടോ, അത് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. നേരെ മറിച്ച് ഇവിടെ വെച്ച് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം, നമ്മൾ പള്ളിയിൽ ചെന്ന് 2 റക്അത്ത് നമസ്കരിച്ചു. ആ 2 റക്അത്ത് നമസ്കരിച്ചാൽ നമസ്കാരം നന്നായിട്ടുണ്ടോ ഇല്ലേ, മരിച്ചു എന്നാലേ മനസ്സിലാവും, ഇവിടെ മനസ്സിലാവൂല. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്താ നിവൃത്തിയുള്ളൂ? എങ്ങനെയാണോ 2 റക്അത്ത് റസൂൽ സല്ലല്ലാഹു കാണിച്ചു തന്നത് അത് അതുപോലെ തന്നെ ചെയ്യുക. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അത് അതുപോലെ തന്നെ ചെയ്യുക. അത് നമുക്ക് വ്യത്യാസപ്പെടുത്താൻ നിവൃത്തിയില്ല, പുതിയതൊന്നും നമുക്ക് പരിഷ്കരിക്കാൻ നിവൃത്തിയില്ല. അത് അതേ പ്രകാരം ചെയ്യുക, അതാണ് ഞാൻ ചെയ്യേണ്ടത്. അപ്പം അതുകൊണ്ട് ഇതാണ് നമ്മുടെ പ്രമാണങ്ങൾ. 1 അള്ളാഹുവിൻ്റെ കിതാബ്, 2 മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിക്രമങ്ങൾ. എന്നാൽ അന്ന് ഇല്ലാത്ത ചില കാര്യങ്ങൾ പിന്നീട് ഉണ്ടാകുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം? അതാണ് പിന്നെ വേണ്ടത്. നബി ഇല്ലാത്ത കാര്യങ്ങൾ മൈക്ക് ഉപയോഗിക്കാൻ പാടുണ്ടോ ഇല്ലേ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മൾ വാഹനങ്ങൾ, അന്നത്തെ കാലത്ത് അന്ന് ഒട്ടകപ്പുറത്താണ് പോയിരുന്നത്, ഇന്ന് നമ്മൾ കാറിലാണ് പള്ളിയിലേക്ക് പോകുന്നത്, ഫ്ലൈറ്റിലാണ് ഹജ്ജിന് പോകുന്നത്, ഒട്ടകപ്പുറത്താണ് പോയിരുന്നത്, അതൊക്കെ പാടുണ്ടോ ഇല്ലേ? അത്തരം കാര്യങ്ങളിൽ അത് ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്ന് മുസ്ലിം സമുദായത്തിന് ബുദ്ധിപരമായി തീരുമാനമെടുക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ച് തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിന് യാതൊരു തകരാറുണ്ടാവില്ല. കാരണം തെറ്റായ ഒരു കാര്യത്തിൽ മുസ്ലിം സമൂഹം ഒന്നിച്ച് ഏകോപിക്കില്ല.
എന്നാൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ വിമാനത്തിൽ ഹജ്ജിന് പോകാൻ പാടുണ്ടോ ഇല്ലേ, നമ്മൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോകാൻ പാടുണ്ടോ ഇല്ലേ, ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഇവിടുന്ന് വിമാനത്തിൽ അല്ലെങ്കിൽ കപ്പലിൽ പോകാൻ പാടുണ്ടോ, പഴയ കാലത്ത് ഒട്ടകം തന്നെ വേണോ, ഇത് ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ള കാര്യമല്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണെങ്കിൽ അള്ളാഹു പറഞ്ഞു നോക്കൂ, അത്തിയുല്ലാഹ വഅത്തിയുർ റസൂല, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കണം, അതാണ് അള്ളാഹിൻ്റെ കിതാബ്. അള്ളാഹിൻ്റെ റസൂലിനെ അനുസരിക്കണം, അതാണ് റസൂലിൻ്റെ സുന്നത്ത് എന്ന് പറഞ്ഞ നടപടിക്രമം. ഇത് ഈ രണ്ടും നിങ്ങൾ ചെയ്യണം, അള്ളാഹിൻ്റെ കിതാബ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്ത്. പിന്നെ ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസമാണെങ്കിലോ അത് അള്ളാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് ചോദിക്കണം എന്നല്ല, അള്ളാഹിൻ്റെ കിതാബിലേക്ക് മടക്കണം. അത് അള്ളാഹുലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ റസൂലിലേക്ക് മടക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ ഈ ഖുർആൻ ഇറങ്ങേണ്ട കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ കാണാത്ത ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏകണ്ഠമാരെ അഭിപ്രായമില്ലെങ്കിൽ ഇവിടെ നബിയോട് പോയി ചോദിക്കണം, എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ആരെങ്കിലും ഒരാൾ പറഞ്ഞ് അന്ധമായി അനുകരിക്കുകയല്ല, മുഹമ്മദ് നബിയോട് ചോദിക്കണം എന്താണ് ചെയ്യേണ്ടത്. ഖുർആനിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന കാലത്ത് സഹാബത്ത് ഒരു യാത്രയിൽ പോവുകയാണ്. സഹാബികളുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാന്മാരും അഗ്രഗണ്യന്മാരും നല്ല പണ്ഡിതന്മാരുമായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിനെ പോലെയുണ്ട്. അത്രത്തിന് ചിന്താപരമായി കഴിവില്ലാത്ത അമ്മാർ റളിയല്ലാഹുവിനെ പോലത്തെവരുണ്ട്. അവരൊക്കെ സഹാബികൾ എന്ന നിലക്ക് സഹാബികളാണ്. പക്ഷെ ഒരു സഹാബി മറ്റൊരു സഹാബിയെ അന്ധമായി അനുകരിക്കുന്നവരല്ല. സഹാബികൾ ആരും തന്നെ ഞങ്ങൾ തെറ്റുപറ്റാത്തവരാണ് എന്ന് പറയുന്നവരുമല്ല, തെറ്റ് ആർക്കും പറ്റാമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം വന്നു അവിടെ സഹാബികളുടെ ഇടയിൽ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സന്നിധിയിൽ വെച്ചല്ല, അവർ റസൂലിൻ്റെ അഭാവത്തിലാണ്, മറ്റൊരു യാത്രയിലാണ്. എന്താണ് സംഗതി? ഒന്നുമല്ല, കുളി നിർബന്ധമായി. ജനാബത്തുണ്ടായി ഒരു സഹാബിക്ക്, വെള്ളം കുളിക്കാനില്ലതാനും. കുളിക്കാൻ വെള്ളമില്ല, എന്ത് ചെയ്യണം? എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ കുളിക്കാൻ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു ചില ആളുകൾ. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഭാഗത്താണ്, കുളിക്കാതെ നിസ്കരിക്കരുത്. പക്ഷെ ഇത് ഉണ്ടായ സഹാബി പറഞ്ഞു, ഞാൻ നിസ്കരിക്കാതിരിക്കില്ല, വെള്ളമില്ലെങ്കിൽ ഞാൻ തേമം ചെയ്താണ് കുളിക്കും, തേമം കൊണ്ടാണ് കുളിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് തേമം ചെയ്യേണ്ടത്? കുളിക്ക് വുളുവിനെ പറ്റി പറഞ്ഞപ്പോൾ മുഖവും കൈയും തടയണം. ഇപ്പോൾ തേമവും സാഹിദം തയ്യബൻ എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യക്കും തന്നെ കൈയും മുഖവും തടയണം എന്ന് പറഞ്ഞു. അപ്പോൾ കുളിയൊക്കെ എന്താ വേണ്ടതെന്ന് അദ്ദേഹത്തിന് ചിന്തയിൽ അങ്ങനെ തന്നെ മതിയൊന്നും തോന്നിയില്ല. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയാവോ? ഈ വെള്ളം ഉപയോഗിക്കുന്ന മാതിരി മണ്ണാണ് മേലൊക്കെ തന്നെ ഉപയോഗിച്ചു, മണ്ണ് കിടന്നാണ് വരണ്ടു. അദ്ദേഹം നമസ്കരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിലല്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് എല്ലാവരും പോയി മദീനത്ത് ചെന്നു. നബിയുടെ കാലത്ത് കണ്ടോ, അപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യം നബിയിലേക്ക് മടക്കുന്നു. നബിയുടെ ജീവിതകാലത്ത് നബിയോട് ചോദിക്കും, നബിയെ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, ഞങ്ങൾ എന്താണ് ശരി, എന്താണ് വേണ്ടത്? നബിയിലേക്ക് മടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഞാൻ ഇങ്ങനെ നിസ്കരിച്ചു നബിയെ, തേമം ചെയ്താണ് നിസ്കരിച്ചത്. നബിയെ ഇയാൾ കുളിക്കാതെ നിസ്കരിച്ചു എന്ന് മറ്റൊരു ആക്ഷേപം പറഞ്ഞു, ജനാബത്തോടു കൂടി കുളിക്കാതെ നിസ്കരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു, അമ്മാർ എങ്ങനെ തേമം ചെയ്തതെന്ന് ചോദിച്ചു. നബിയെ ഞാൻ മണ്ണ് കിടന്നാണ് വരണ്ടു. നബി പറഞ്ഞു, അത് വേണ്ടിയതില്ലല്ലോ. ഒരു മതിലുകൾ ഇങ്ങനെ അടിച്ചു, മുഖവും കയ്യും തടവി കാണിച്ചു കൊടുത്തു. ഇത് മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഇപ്പോൾ തേമം കാണിച്ചു കൊടുത്തു, നബിയിലേക്ക് മടക്കി നോക്കൂ നിങ്ങൾ. അതാണ് നിങ്ങൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ സഹാബി വലിയ സഹാബിയാണ്, ഉമർ ഖത്താബല്ലേ പറഞ്ഞത്, അത് അദ്ദേഹത്തെ അന്ധമായി അനുകരിക്കണം എന്നല്ല, അല്ലെങ്കിൽ എനിക്ക് തെറ്റുപറ്റൂല എന്നുമല്ല. നബി പറഞ്ഞു ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ ഒരു കാര്യം അവിടെ മനസ്സിലാക്കണം, ഇങ്ങനെ അദ്ദേഹം മനസ്സിലാക്കിയ മാതിരി അദ്ദേഹം മണ്ണ് കിടന്ന് പറഞ്ഞ് നിസ്കരിച്ചല്ലോ, ആ നിസ്കാരം സഹിയായിട്ടില്ല, അത് മടക്കണം എന്ന് നബി പറഞ്ഞു കൊടുത്തുമില്ല. ഇങ്ങനെ മതിയെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ മതിയെന്ന് പറഞ്ഞാൽ നബിയിൽ നിന്ന് ഹദീദ് കിട്ടിയാൽ അത് ഹദീദ് അങ്ങനെ തന്നെ സ്വീകരിക്കണം. നബിയുടെ ജീവിതകാലത്ത് അങ്ങനെ തന്നെയാണ്. ഹദീദ് കിട്ടാത്ത അവസരത്തിലോ പരിശുദ്ധ ഖുർആനിൽ നിന്ന് എന്താണോ അദ്ദേഹത്തിന് മനസ്സിലായത്, ആ മനസ്സിലായതാണ് ശരി, അത് മടക്കാൻ പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഖുർആൻ മനസ്സിലാക്കിയ മാതിരി അദ്ദേഹം ചെയ്തു, ആ ചെയ്ത് മടക്കി നിസ്കരിക്കാൻ പറഞ്ഞില്ല. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഹദീദ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയതാ ശരി, മുഹമ്മദ് നബിയുടെ ഹദീദ് ഞാൻ മാറ്റി വെക്കുകയാണ്, അത് പറ്റൂല. അത് നബിയുടെ ഹദീദ് കിട്ടിയാൽ അത് തന്നെ സ്വീകരിക്കണം, പിന്നെ അതേ പാടുള്ളൂ. അപ്പോൾ അതേ അവസരത്തിൽ ഒരു സഹാബി മറ്റൊരു സഹാബി അന്ധമായി അനുകരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഇതാണ് ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തും ഉണ്ടായ ശൈലി. അതല്ലാതെ ആരെയും അന്ധമായി അനുകരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. ഈ ശൈലിയാണ് സ്വീകരിക്കേണ്ടത്, അതാണ് മുസ്ലിങ്ങളുടേത്. അപ്പം അതുകൊണ്ട് സംവാദ രംഗത്ത് പ്രമാണങ്ങൾ നാം പറയുമ്പോൾ പറയാറുള്ളത്, ഒന്ന് അള്ളാഹിൻ്റെ കിതാബ്, ആർക്കും അതിൽ അഭിപ്രായ വ്യത്യാസമല്ല. രണ്ട് മുഹമ്മദ് നബിയുടെ ഹദീസ് എന്ന് പറയുമ്പോൾ നബിയുടെ കാലത്തെ ഹദീസ് നേർക്കുന്നവരെ കിട്ടും. നബിയുടെ കാലശേഷം ആര് കേട്ടു, ആരിൽ നിന്ന് കേട്ടു എന്നൊന്ന് നോക്കേണ്ടതുണ്ട്. കാരണം സഹാബികളുടെ കാലത്ത് ആരും നബിനെ പറ്റി കളവ് പറയില്ല.
സഹാബികളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ ഇല്ലാത്തത് ഓരോന്ന് അവരവരുടെ സൗകര്യത്തിൽ കടത്തിക്കൂട്ടാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എവിടുന്ന് കിട്ടിയത് എന്ന് ചോദിച്ചിട്ട് പരമ്പര ശരിയാണെങ്കിൽ മാത്രം അപ്പോഴേ അറിയുള്ളൂ. അതുകൊണ്ട് ഹദീദുകളുടെ കൂട്ടത്തിൽ സ്വീകാര്യോഗ്യമായതും അല്ലാത്തതും ഉണ്ടായി. സ്വീകാര്യമായത് അനുസരിച്ച് അത് സ്വീകരിക്കണം. ഈ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, അതിനാണ് ഇജ്മാ എന്ന് പറയുക. പിന്നെ ഈ മറ്റതിലേക്ക് തൊല്ലം ചെയ്യും മടക്കണം എന്ന് പറയുമ്പോൾ മടക്കുമ്പോൾ തത്വങ്ങൾ നോക്കിയിട്ടാണ് മടക്കുക. സ്വാഭാവികമായും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അങ്ങനെയാണ് ഇമാമുകൾക്കിടയിലും സഹാബികൾക്കിടയിലെല്ലാം അഭിപ്രായ വ്യത്യാസം ഉണ്ടായത്. ആരും അന്ധമായി അനുകരിക്കുന്നില്ല. ഞാനിത് സംക്ഷിപ്തമായി നമ്മുടെ പ്രമാണങ്ങൾ എന്താണെന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ വിവാദ വിഷയങ്ങൾ ഏറ്റവും പ്രധാനമായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്നതിൽ അംഗീകാരമാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാതെ ഒരു ആരാധനയില്ല, ഒരു ഇലാഹ് ഇല്ല എന്ന് പറയുമ്പോൾ ആ ഇലാഹിനെ അള്ളാഹു അല്ലാത്തവരെ ഇലാഹാക്കൽ എങ്ങനെയാകുന്നു? എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തൊരു ഇലാഹാക്കൽ? അള്ളാഹു ആണ് ഇലാഹ്. പക്ഷെ അള്ളാഹു അല്ലാത്തൊരു ഇലാഹെ ഒരു സൃഷ്ടി എങ്ങനെയാക്കും? അള്ളാഹു അല്ലാത്ത ആ ഇലാഹാക്കിയവരൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. പടച്ചോന്മാർ രണ്ടുണ്ട് എന്ന് പറഞ്ഞ് ഇലാഹാക്കിയിട്ടില്ലല്ലോ. അത് നിങ്ങൾ നോക്കായിരുന്നു. ഒക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് അവർ ഇലാഹാക്കിയിരുന്നത്. അതാണ് അവർ അള്ളാഹുവിനെ കൂടാതെ അവർ ഇബാദത്ത് എടുക്കുന്ന ഒന്നും സൃഷ്ടിക്കാത്തവരാണ്, സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ പടപ്പുകളാണ് അവർ ഇലാഹുകളാക്കിയത്. ആ പടപ്പുകളെ ഇലാഹാക്കിയത് എങ്ങനെ? ഈ ആകാശം ഭൂമിയൊക്കെ പടച്ചവന്മാരാണ് എന്ന് വിചാരിച്ചിട്ടാണോ ഇലാഹാക്കിയത്? നമ്മുടെ മുസ്ലിംമാർ ഇപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വയം കഴിവുള്ള, സ്വയംഭുവായ അങ്ങനത്തെ ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇലാഹാക്കലാവുകയുള്ളൂ. കാരണം സ്വയം കഴിവുണ്ടാവണം എന്ന് വിചാരിക്കണം, സ്വയംഭുവായിരിക്കണം. സമദിയത്ത് അല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, അല്ലാഹു ഒരുവനാണ്, അവൻ സമദാണ്. സമദ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ആശ്രയമില്ലാത്ത, പരാശ്രയമില്ലാത്തവൻ, എല്ലാം അവനെ ആശ്രയിക്കുന്നു. അതുകൊണ്ട് ഇതിൽ മാത്രം പങ്കു ചേർത്താൽ അങ്ങനത്തെ സ്വയംഭുവായ അല്ലെങ്കിൽ സ്വാശ്രയമായ വേറെ ആരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ അവിടെയേ ശിർക്കാവുകയുള്ളൂ, അപ്പോഴേ ഇലാഹാക്കലാവുകയുള്ളൂ എന്നാണ് നമ്മുടെ മുസ്ലിയാക്കന്മാരിൽ ഒരു വിഭാഗം മുസ്ലിമീങ്ങളെ ശിർക്കിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി പഠിപ്പിക്കുന്നത്. പക്ഷേ ഈ മുസ്ലിയാക്കന്മാരുടെ ഈ വാദപ്രകാരം മക്കത്തെ മുശ്രിക്കീങ്ങൾ പോലും മുശ്രിക്കീങ്ങളല്ല. കാരണം ലോകത്തെ ഒരൊറ്റ മുശ്രിക്കും സ്വയംഭുവായ സ്വാശ്രയമായ രണ്ട് ഇലാഹുകളുണ്ട് എന്ന് വിശ്വസിച്ചിട്ടില്ല. കാരണം ഇലാഹിൻ്റെ പടപ്പുകൾക്കെല്ലാം പടച്ചോൻ കൊടുത്തതാണല്ലോ. പടപ്പുകളുടെ എല്ലാ കഴിവും പടച്ചോൻ കൊടുത്തതാണ്. പടപ്പുകളെയാണ് അവർ ഇലാഹാക്കിയതൊക്കെ. വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ 5 ഇലാഹുകൾ പണ്ടേ നൂഹ് നബിയുടെ കാലത്തുണ്ടായതാണ്. അവരൊക്കെ ആദം നബിൻ്റെ മക്കളിൽപ്പെട്ട സൃഷ്ടികളാണ് ഈ 5 ഇലാഹുകൾ. വദ്, സുവാഅ് എന്നൊക്കെ പറഞ്ഞാൽ അസ്മാഉ റിജാലിൻ സാലിഹീൻ, സാലിഹീങ്ങളായ ആളുകളുടെ പേരുകളാണതൊക്കെ. ഇതുകൊണ്ടാണ് കുറ്റിച്ചിറയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നത് നമ്മുടെ വിഷയത്തിൽ. വദ്ദെ രക്ഷിക്കണേ, സുവായെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ശിർക്കാകുമോ മുസ്ലിയാരെ? മറുപടി കിട്ടാത്തൊരു ചോദ്യമാണത്. ഇവിടെ ഇതാ മുസ്ലിയാക്കന്മാരെ മറുപടി ഉണ്ടല്ലോ, അടുത്ത മറുപടി പറയുമോ ഇല്ലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്. വദ്ദെ രക്ഷിക്കണേ, സുവായെ രക്ഷിക്കണേ. വദ് എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ സാലിഹായ മനുഷ്യനാണ് എന്ന് സഹീഹ് ബുഖാരി പറയുന്നു. വദ്, സുവാഅ്, യഊസ്, യഊഖ്, നസ്ർ 5 ഇലാഹുകളുടെ പേരാണ് പറഞ്ഞത്. ലാ തദറുന്ന ആലിഹത്തക്കും, നിങ്ങളുടെ ഇലാഹുകളെ നിങ്ങൾ കൈവിടരുതേ. വലാ തദറുന്ന വദ്ദൻ വലാ സുവാഅൻ വലാ യഊസ വയഊഖ നസ്ര. ഈ 5 ഇലാഹുകളെ, ഈ 5 ഇലാഹുകൾ സ്വയംഭുവായി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, എല്ലാം സമധിയത്ത് മാത്രമുള്ള സ്വയംഭുവ സ്വാശ്രയനാണ് എന്ന് പറയുന്ന സൃഷ്ടാക്കളല്ല, പടച്ചവന്മാരല്ല, പടപ്പുകളാണ് ഇവരൊക്കെ. പടപ്പുകളുടെ എല്ലാ കഴിവും പടച്ചവൻ കൊടുത്തതാണ്. അതുകൊണ്ട് ഇവർ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ മക്കളിൽപ്പെട്ട സാലിഹ്യങ്ങളായ ആളുകളാണ്. ഈ സാലിഹിനെ വിളിച്ചാൽ, വദ്ദിനെ വിളിച്ചാൽ ശിർക്കാകുമോ മുസ്ലിയാരെ? സുവാഇനെ വിളിച്ചാൽ ശിർക്കാകുമോ മുസ്ലിയാരെ? നമ്മൾ ചോദിച്ചപ്പോൾ മുസ്ലിയാർ കടന്നു ഉരുളുകയാണ്. കാരണം മുശ്രിക്കുകൾ വിളിച്ചിരുന്നതാണ് വദ്ദിനെ. ആ വദ്ദിനോടാണ് പ്രാർത്ഥിച്ചിരുന്നത്, ആ വദ്ദിനോടാണ് സഹായം തേടിയിരുന്നത്, ആ വദ്ദിനോടാണ് രക്ഷ തേടിയിരുന്നത്. അതുപോലെ പിന്നെ മറ്റൊരു ദൈവം ലാത്തയാണ്, മക്കത്തുണ്ടായിരുന്ന മറ്റൊരു ദൈവം. ലാത്തയാണെങ്കിൽ ആരാണ്? സഹീഹ് ബുഖാരി തന്നെ പറയട്ടെ, കാനല്ലാത്തു റജുലൻ യലുത്തു സബീഖൽ ഹജ്ജ്. ലാത്ത എന്ന് പറയുന്നത് ഹജ്ജിന് വരുമ്പോൾ ഹാജിമാർക്ക് ഈ ഗോതമ്പപ്പൊടി കൊണ്ട് ഒരു കറി പോലൊരു സാധനം ഉണ്ടാക്കി സൗജന്യമായി ഇങ്ങനെ വിതരണം ചെയ്യും. അയാളുടെ പേരാണ് ലാത്താന്ന്. അയാളിങ്ങനെ ആടുമാടുകളെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പാറപ്പുറത്ത് ഇരുന്നിട്ടാണ് വിതരണം ചെയ്യുക.
അങ്ങനെ ഹാജിമാർക്ക് ഇങ്ങനെ സൗജന്യമായി കൊടുക്കും. ആളുകൾ ഹാജിമാർക്ക് നല്ല ഇഷ്ടമല്ല, ഹാജിന് വരുമ്പോൾ ഇങ്ങനെ കിട്ടിയല്ലേ. അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ കറി കിട്ടുക എന്ന് വെച്ചാൽ വലിയ സൗകര്യമാണ്. പക്ഷെ അയാൾ മരിച്ചുപോയി. മരിച്ചുപോയപ്പോൾ ഈ സാലിഹ നല്ലൊരു മനുഷ്യനാണല്ലോ ലാത്ത. അയാളുടെ ഒരു സ്മാരകമായിട്ട് ആ പാറ, ആ കല്ല് കണ്ടു. പിന്നെ ആ കല്ല് ചിലപ്പോൾ പൂവിടൽ തുടങ്ങി, അവിടെ വിളക്കെത്തിക്കൽ തുടങ്ങി, അവിടെ മാലയാർത്തൽ തുടങ്ങി. അതിന് ബിംബമായി. അങ്ങനെ ലാത്ത ബിംബമാകുന്നത്. ഇങ്ങനെയാണ് മരിച്ചുപോയ മഹാത്മളൊക്കെ ബിംബമാകുന്നത്. ഇവിടെ അവസാനം നമ്മൾ ചോദ്യം ഇങ്ങനെ വേറെ കർശനായി വന്നപ്പോൾ ചോദ്യം ഇങ്ങനെ ഒന്നായി കർശനമോ? ലാത്തേ എന്ന് വിളിച്ചാൽ, മരിച്ചുപോയ ലാത്തനെ വിളിച്ചാൽ ശിർക്കാകുമോ? ഒദ്ദിനെ വിളിച്ചാൽ ശിർക്കാകുമോ? ആദ്യം ഉത്തരം പറയാതെ ഇങ്ങനെ കടന്നിങ്ങനെ ഉരുണ്ട് അവസാനം പറഞ്ഞു അവരുടെ പേരിൽ ബിംബം വെച്ചത് കൊണ്ട് ശിർക്കാകുന്നു. കാരണം ബിംബങ്ങൾ വെച്ചാൽ പിന്നെ ശിർക്ക, ബിംബം അല്ലെങ്കിൽ ശിർക്കാവൂല. അവ ലാത്തന്റെ പേരിൽ ബിംബം വെച്ചിരിക്കുന്നു, ഒദ്ദിന്റെ പേരിൽ ബിംബം വെച്ചിരിക്കുന്നു, സുവായിന്റെ പേരിൽ ബിംബം വെച്ചിരിക്കുന്നു. ബിംബം വെച്ചാൽ പിന്നെ ശിർക്കാകും, ബിംബം വെച്ചിട്ടില്ലെങ്കിൽ ശിർക്കാവുകയില്ല. ബിംബം വെച്ചിട്ടില്ലെങ്കിൽ ശിർക്കാവൂല, ബിംബം വെച്ചാൽ ശിർക്കാവും എന്ന് പറഞ്ഞപ്പോൾ ഷിർക്കിനെ പറ്റി ഇമാം റാസി പറഞ്ഞ വാചകങ്ങളാണ് നമ്മളാണ് കേൾപ്പിച്ചു കൊടുത്തത്. നിങ്ങൾ കേൾക്കേണ്ട ഒരു വാചകമാണത്. കാരണം ഈ ഷിർക്കിനെ പറ്റി പറഞ്ഞു കൊടുത്ത് ഇമാം റാസി പറഞ്ഞു, വയഅ്ബുദൂന മിൻ ദൂനില്ലാഹി മാ ലാ യദുർറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. അല്ലാഹുവിനെ കൂടാതെ അവർ വിളിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണവും ദോഷവും ചെയ്യാത്ത വസ്തുക്കളാണ്. കാരണം മരിച്ചു പോയിരിക്കണം. ഇന്ന് ഈ ലോകത്തൊക്കെ ഒരു ഗുണം അവരെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല, ഒരു ദോഷവും ചെയ്യില്ല. മാത്രമല്ല അവരെ പിന്നെ എന്ത് പ്രാർത്ഥിക്കുന്നത്, നിങ്ങൾ പിന്നെ എന്തിനാ അവരോട് ആരാധിക്കുന്നത്? വയഖൂലൂന ഹൗലാഇ ശുഫാഉനാ ഇൻദല്ലാഹ്. ഇവരൊക്കെ ഞങ്ങൾക്ക് അള്ളാഹിൻ്റെ അടുക്കലുള്ള ശുപാർശകന്മാരാണെന്ന് പറയുന്നു. അള്ളാഹിൻ്റെ അടുക്കലുള്ള ശുപാർശകന്മാരാണ് എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ശുപാർശകന്മാരാണെന്ന് പറഞ്ഞതുകൊണ്ട് ശുപാർശകന്മാർ എന്ന നിലക്ക് ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വാചക ആയത്തിന് ഇമാം റാസി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ തഫ്സീറാണ് ഇമാം റാസിയുടെ തഫ്സീറുൽ കബീർ. അതിൻ്റെ വാചകങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുത്തു. കാരണം ബിംബം വെച്ചാലേ ശിർക്കാവുള്ളൂ, ബിംബം വെച്ചിട്ടില്ലെങ്കിൽ ശിർക്കാവൂല എന്നാണ് നമ്മുടെ വലിയൊരു വാദം. അപ്പോൾ റാസി എങ്ങനെ പറഞ്ഞു? റാസി പറയണം എന്താ? ഇന്നഹും വലഉ ഹാദിഹിൽ ഔസാന വൽ അസ്നാമ അലാ സുവരി അംബിയാഇഹിം വഅകാബിരിഹിം. അവർ ഈ വിഗ്രഹങ്ങളും പ്രതിഷ്ഠകളും എല്ലാം വെച്ചത് മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരുടെയും മഹാന്മാരുടെയും രൂപത്തിലാണ്, അവരുടെ പേരിലാണ് ഇത് പ്രതിഷ്ഠിച്ചത്. എന്നിട്ട് അവർ വാദിച്ചു ഈ വിഗ്രഹങ്ങളെ ആരാധിച്ചുകൊണ്ട് ആരാധനയിൽ ആരെങ്കിലും ഏർപ്പെട്ടാൽ അവർ വിശ്വാസപ്രകാരം ഞങ്ങൾ ഈ ബിംബം അവരുടെ പേരിൽ ഇപ്പോൾ ലാത്ത ഉസ്സ എന്നൊക്കെ പറഞ്ഞില്ലേ, അവരുടെ പേരിൽ പ്രതിമ ഒരു ബിംബം വെച്ചു കൊടുത്ത പ്രതിഷ്ഠ. ഇങ്ങനെ അമ്പിയാക്കന്മാരുടെയും സാലിഹ്യങ്ങളുടെയും പേരിലാണ് അവർ ബിംബങ്ങളൊക്കെ വെച്ചത്. എന്നാൽ ആ ബിംബങ്ങളെ ആരാധിക്കുന്നതിൽ അവർ ഏർപ്പെട്ടാൽ എന്തൊക്കെ ആരാധന? പ്രാർത്ഥന, നേർച്ച, അത് പൂമാല ചാർത്തുക, വിളക്ക് കത്തിക്കുക, അതിൻ്റെ ബർക്കത്തെടുക്കുക, ഈ ജാതി ഇബാദത്തുകളിൽ ഏർപ്പെട്ടാൽ ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ അവർ ഏർപ്പെട്ടാൽ അവർ പറഞ്ഞു അവർ വിശ്വാസം എന്താണ്? ഈ മഹാന്മാരൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ ശുപാർശകരായി മാറും. അപ്പം അതാണ് ബിംബാരാധനയുടെ അടിസ്ഥാനം എന്ന് റാസി പറഞ്ഞു. ബിംബാരാധനയുടെ അടിസ്ഥാനം റാസി പറയാണ്. റാസി ഇമാം അവിടെ നിർത്തിയില്ല. അതാണ് ഞങ്ങൾ മുസ്ലിയാക്കന്മാരോട് അന്ന് ചോദിച്ചു കുറ്റച്ചെറിയ വെച്ചത്. അവിടെയാണ് മുസ്ലിയാക്കന്മാർ ഇന്നും മറുപടി പറയാത്തത്. ഇതാ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്കിതാ കേൾക്കാം. ജൂൺ 3-ാം തീയതി മറുപടി പറയുമോ ഈ റാസിയുടെ വാചകത്തിന്? നിങ്ങൾ ശ്രദ്ധിക്കൂ. എന്താണ് ഇമാം റാസി പറഞ്ഞറിയാമോ? ഈ ബിംബാരാധന പോലെ തന്നെയാണ് നിരവധി സൃഷ്ടികൾ, നിരവധി പടപ്പുകൾ മഹാന്മാരുടെ കബറുകളെ ബഹുമാനിച്ചു കൊണ്ടിരിക്കുന്നത്. ബിംബം പോലെയാണ് കബറും മുസ്ലിയാരെ. ആ ബിംബം വെച്ചതാണ് ഇവിടെ ശിർക്കാവാൻ കാരണമെങ്കിൽ ബിംബം പോലെയാണ് കബറ് എന്ന് പറഞ്ഞാൽ കബറ് പൊന്തിച്ച് കെട്ടിയ യാരം പൊട്ടിയതിന് പ്രാർത്ഥിക്കലും ശിർക്കല്ലേ എന്ന് ചോദിച്ചപ്പോഴാണ് വരുന്നത്. അതാണ് ഇമാം റാസി പറഞ്ഞത്. ഈ ബിംബാരാധന പോലെയാണ് നിരവധി പടപ്പുകൾ എന്നാ പറഞ്ഞത്. കാരണം ഈ ഖബർ ആരാധിക്കുന്നിടത്തും വിഗ്രഹാരാധിക്കുന്നിടത്തുമെല്ലാം ഒരു ജാതി പടപ്പുകൾ എന്നല്ലാതെ ജാതിയും മതവും ഭാഷയും അവിടെയില്ല. അവിടെ എല്ലാവരും ഒരുപോലെയാണ്. അതാണ് ഇസ്തിഖാലു കസീരി മിനൽ ഖൽഖ്, നിരവധി പടപ്പുകൾ. ഈ പടപ്പുകൾ എന്താണ് അവരുടെ ആദർശം? എന്താണ് അവർ ചെയ്യുന്നത്? അല ഇഅ്തിഖാദി ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശഫാഅലഹും ഇൻദല്ലാഹ്. ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ആ ഖബറാളികൾ അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന വിശ്വാസപ്രകാരം ഖബറുകളെ ബഹുമാനിക്കുന്നത് ഈ ബിംബാരാധന പോലെ തന്നെയാകുന്നു എന്നാണ് ഇമാം റാസി പറഞ്ഞത്. അപ്പോൾ ഖബറിനെ ബഹുമാനിക്കാനാണല്ലോ വിളക്കെത്തിക്കുന്നത്.
നിങ്ങൾ നോക്കിയാൽ കബറും പുറത്ത് വിളക്കെത്തിക്കണം എന്തിനാ? കബറിൻ്റെ ഉള്ളിലേക്ക് തങ്ങൾ പാപ്പാക്കോ അല്ലെങ്കിൽ ആ ശേഖ അവർക്കോ കണ്ണ് കാണാനാണോ? ഖുർആൻ ഓതാൻ വേണ്ടിയിട്ട് കണ്ണട വെച്ച് കണ്ണ് നോക്കാൻ വേണ്ടി അതിനാണോ? അല്ല, ആ കബറിനെ ബഹുമാനിക്കാനാണ്. ആ കബർ കെട്ടിപ്പൊക്കുന്ന എന്തിനാണ്? ആ കബറിനെ ബഹുമാനിക്കാനാണ്. ആ കബർ മൂടുന്ന എന്തിനാണ്? പാപം തണുത്ത് വിറച്ച് കിടക്കാണ്, അതുകൊണ്ട് തണുക്കണ്ടെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ അവരത്ത് കാണണ്ടെന്ന് വിചാരിച്ച് പോച്ചു കൊടുക്കുകയാണോ? അല്ല, മറ്റ് കബറുകളിൽ നിന്ന് ഈ കബറിന് ബഹുമാനം കൊടുക്കാനാണ്. അപ്പൊ അങ്ങനെ കബറുകളെ ബഹുമാനിക്കുന്നത് ബിംബാരാധന പോലെ തന്നെയാകുന്നു. അപ്പോൾ ബിംബങ്ങളിൽ വെച്ച മഹാന്മാരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെങ്കിൽ കെട്ടിപ്പൊക്കിയ കബറ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മഹാന്മാർക്കും അത് ശിർക്കല്ലേ? അതിന് കുറ്റിച്ചെറിയ കിട്ടാത്ത മറുപടി ഇവിടുന്ന് അന്ന് കിട്ടാത്ത ഇപ്പം കിട്ടുമോ നോക്കും നിങ്ങൾ. പക്ഷെ മറുപടി പറയുമ്പോൾ ഇവർ കാര്യങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംവാദങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നറിയാമോ, ഒരു പ്രബോധനത്തിൻ്റെ മാർഗ. ഇതാരെയും പരാജയപ്പെടുത്താനുള്ളതല്ല, ആരെയും മേൽക്കോയ്മയ്ക്കുള്ളതല്ല. നമ്മൾ ദഅവത്ത് നടത്തുമ്പോൾ ദഅവത്ത് നടത്താൻ ഖുർആൻ നമ്മൾ പറഞ്ഞറിയാമോ, ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ, തത്വങ്ങളും യുക്തികളും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദഅവത്ത് നടത്തണം. ഒരു കാര്യങ്ങൾ ഇന്ന കാര്യവും കാരണവും ബന്ധങ്ങൾ, അതിൻ്റെ ഹിക്മത്ത് അതിൻ്റെ വിജ്ഞാനം, ആ അടിസ്ഥാനത്തിൽ നിങ്ങൾ ദഅവത്ത് നടത്തണം. അതാണ് ഉദു ഇലാ സബീലി റബ്ബിൽ ഹിക്മ വൽ മൗഇദത്തുൽ ഹസന, നല്ല ഉപദേശം, പരലോക വിശ്വാസം, അള്ളാഹുയുടെ വിശ്വാസം, നല്ല വഅള് പറഞ്ഞിട്ട്. അവർ രണ്ട് തരം മനസ്സ്, നല്ല ബുദ്ധിയും ചിന്തയുമുള്ള മനസ്സ്. തത്വങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലേക്ക് കിടക്കും. പിന്നെ വലിയ ബുദ്ധിയൊന്നുമില്ലെങ്കിലും തുറന്ന മനസ്സുള്ളവനാണ്. നല്ല വയല് പറഞ്ഞു കൊടുത്താൽ, പടച്ചോനെ പേടിണ്ടാകുന്ന വയല് പറഞ്ഞു കൊടുത്താൽ അത് അവരുടെ മനസ്സിലേക്ക് കിടക്കും. മൂന്നാമത്തെ ഒരാൾ ഈ കൊക്കയും കൊള്ളിയും പറഞ്ഞ ചില ആളുകളുണ്ടാവും. വലിയ തത്വങ്ങളൊന്നും വേണ്ട, എന്തെങ്കിലും എന്തെങ്കിലും ഒരു കുളത്ത് പറഞ്ഞു കൊടുക്കണം, എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുത്താൽ വേഗം തിരിയും. അതാണ് ജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ. അങ്ങനത്തെവരോട് നല്ല നിലയ്ക്ക് നിങ്ങൾ സംവാദം നടത്തണം. ഓലെ വെറുപ്പിക്കാനല്ല, ഓലെ കാഫിറാക്കാനോ ഓലെ പുറന്തള്ളാനോ അല്ല, ഓലെ ബുദ്ധിയിലേക്ക് തട്ടുന്ന രൂപത്തിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം നല്ല എന്തെങ്കിലും ഒരു ചെറിയ വാചകം വാക്ക് പറഞ്ഞു നടത്താൽ അഭിമത്തിന് മനസ്സിലായിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, പണ്ട് പൂനൂർ വാദപ്രതിവാദം നടത്തി. ഈ വാദപ്രതിവാദ തുടക്കങ്ങൾ എവിടെ നിന്നറിയാം? എന്നെ അറിയപ്പെട്ടതൊക്കെ പൂനൂരാണ്. പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരാണ് ഈ വാദപ്രതിവാദം നമ്മുടെ ഇവിടെ മലബാറിലേക്ക് ആദ്യം വെല്ലുവിളിയുമായി വന്നത്. ഐക്യസംഘത്തിൻ്റെ പേരിൽ കേരള ജമിയത്തിൻ്റെ ഉടമയിലും കേരള ജമിയത്ത് ഉലമയുടെയും KN ആഹിദിൻ്റെയും പേരിലുള്ള പ്രബോധനവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ പണ്ഡിതന്മാരാണ് ആകർഷിക്കപ്പെടുന്നത്. കിതാബ് ഓതിയ മുസ്ലിയാക്കന്മാരാണ് ആദ്യ രംഗത്ത് വന്നിരുന്നത്. അപ്പം അതിനെ തടഞ്ഞു നിർത്തുവാൻ അങ്ങ് സ്റ്റേറ്റിൽ നിന്ന് തെക്കിൽ നിന്ന് ഒരാളെ ഇറക്കുമതി ചെയ്തു, പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഇവിടുത്തെ മലബാറിലെ മുസ്ലിയാക്കന്മാർ അന്ന് ശിർക്ക് ന്യായീകരിക്കാൻ ധൈര്യം വന്നിരുന്നില്ല. അത് എന്തെങ്കിലുമൊക്കെ തെയ്മീർ ചെയ്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുള്ളൂ. മൊഹീദ്ദീൻ മാല അത് ന്യായീകരിക്കാൻ അതിനെന്തെങ്കിലും ഒരു വിശദീകരണം കൊടുക്കാന്നല്ലാതെ അങ്ങനെ തന്നെ 100% ശരിയാണെന്ന് പറയാൻ അന്നത്തെ മലബാറിലെ മുസ്ലിയാക്കന്മാരാരും ധൈര്യം വന്നിരുന്നില്ല. പക്ഷെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്നിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വന്നിട്ട് ഇങ്ങനെ തുടങ്ങിയപ്പോൾ ആദ്യത്തെ വാദപ്രതിവാദം പൂനൂർ വെച്ചിട്ടാണ് വലിയൊരു വെല്ലുവിളിയും സംവാദവും ഉണ്ടായത്. അന്ന് ഇതേമാതിരി വ്യവസ്ഥ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ വെല്ലുവിളിയോടുകൂടി വെല്ലുവിളി നടത്തിക്കൊണ്ട് മുജാഹിദുകളെ സംവാദത്തിന് ക്ഷണിച്ചു. പൂനൂർ വെച്ച് മർഹം അലി മൗലവി റഹ്മഹുല്ല, അലി മൗലവിയുടെ നേതൃത്വത്തിലാണ് അതിനെ നേരിടാൻ തീരുമാനിച്ചത്. പൂനൂർ വാദപ്രതിവാദത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സംവാദങ്ങളിലെല്ലാം മുജാഹിദുകൾ ഏതൊന്ന് തെളിവ് പറയുന്നുണ്ടോ എന്നും അവരുടെ തെളിവ് അത് തന്നെയാണ്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണെങ്കിലും ഹദീസുകളാണെങ്കിലും അവരുടെ വാദം ഒന്നാണ്, തെളിവുകൾ ഒന്നാണ്, ആ ശൈലി ഒന്നാണ്, ഇതെന്നും തന്നെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവിടെ വെച്ച് 3 സ്റ്റേജാണ്. മധ്യസ്ഥന്മാർക്ക് ഒരു സ്റ്റേജ്, ഒരു ഭാഗം സുന്നി വിഭാഗത്തിന്, മറ്റൊരു ഭാഗം മുജാഹിദ് വിഭാഗത്തിന്, ഒരേ ബിൽഡിങ്ങിൻ്റെ 3 ഭാഗത്തിനാട് മധ്യയും അതിന് തിരക്കിനുമായി. സമയമെല്ലാമായി, എല്ലാം കരാറ് പ്രകാരം സമയം വ്യവസ്ഥകളൊക്കെ അത് പരിശുദ്ധ ഖുർആനാണ് ഒന്നാമത്തെ പ്രമാണം. പിന്നെ ഹദീസ്, ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ അതേ പ്രഭാവത്തിലാണ്. ഇതിലെല്ലാം ഈ പരിശുദ്ധ ഖുർആൻ, നബിയുടെ ഹദീസ് എന്നൊക്കെ പറയുമ്പോൾ അത്തിയുല്ലാഹ അത്തിയു റസൂൽ, അള്ളാഹുവിനെ അനുസരിക്കണം, അവൻ്റെ റസൂലിനെ അനുസരിക്കണം. പക്ഷേ ഇമാമുകളെ അവരെ അനുസരിക്കണോ അല്ലെങ്കിൽ കാര്യകർത്താക്കന്മാരെ അനുസരിക്കണോ? അത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉലിൽ അംരി മിൻകും, കാര്യകർത്താക്കളെയും. പക്ഷേ കാര്യകർത്താക്കളെ എന്ന് പറഞ്ഞപ്പോൾ വാത്തിയു ഉലിൽ അംരി മിൻകും എന്ന് പറഞ്ഞില്ല. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത്തിയുല്ലാഹ, അള്ളാഹിൻ്റെ കിതാബ് അനുസരിക്കുന്ന പ്രമാണമാണ്. അത്തിയുർ റസൂല, റസൂൽ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ റസൂലിൻ്റെ ഹദീദ് പ്രമാണമാണ്, ഉലിൽ അംരിൻ്റെ ഇത് പ്രമാണമല്ല. അതുകൊണ്ട് പറഞ്ഞു ഉലിൽ അംരി മിൻകും, നിങ്ങൾ കാര്യകർത്താക്കന്മാരെയും എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അള്ളാഹിൻ്റെ കിതാബിനോട് യോജിച്ചുകൊണ്ടാണ് ഉലിൽ അംർ നേതാക്കന്മാർ പറയുന്നതെങ്കിൽ അവരെ അനുസരിക്കണം.
ഹദീസിനോട് യോജിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ അവരനുസരിക്കണം. അതിൽ നിന്ന് വ്യത്യസ്തമായി കാര്യകർത്താക്കന്മാർ പറഞ്ഞാൽ അവരെ ഇതുപോലെ പ്രമാണമായി അനുസരിക്കാൻ പാടില്ല. അതാണ് അത്യുല്ലാഹ അത്യോ റസൂൽ എന്ന് പറഞ്ഞത്. അത്യൂലിലംദി എന്ന് പറയാതിരിക്കാൻ കാരണം ഊലിലംദിമിങ്കും ആ കാര്യകർത്താക്കളെയും കാര്യകർത്താക്കന്മാരെ വേണോ വേണ്ട അഭിപ്രായ വ്യത്യാസം വന്നാണോ കാര്യകർത്താക്കന്മാർ പറയുന്ന പ്രമാണമാക്കണമെന്നല്ല, ഇമാമിയങ്ങൾ പറയുന്ന പ്രമാണമാക്കണമല്ല. അതാണ് ഫൈൻ തനാസയത്തുനിന്ന് പുറത്ത് പറഞ്ഞത് ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ. അത് റസൂലിലേക്കും അള്ളാഹുലേക്കും മടക്കണം. ആ മടക്കേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ. ആ ഉലുൽ അംർ എന്ന് പറഞ്ഞാൽ പ്രമാണമായി പറഞ്ഞതല്ല, പ്രമാണങ്ങൾക്ക് അനുയോജ്യമായി അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുസരിക്കണം. അതല്ല പ്രമാണങ്ങൾക്ക് അനുസൃതമല്ല അവർ പറയണമെങ്കിലോ അപ്പോൾ സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസം വരും. അതല്ല എല്ലാവരും യോജിക്കുന്ന കാര്യമാണ് പറയണമെങ്കിലോ അത് തെറ്റാവുകയുമില്ല. ഇജ്മാ ഒരു കാര്യത്തിൽ ഒരു എതിർപ്പുമില്ലാത്തൊരു കാര്യത്തിൽ അഭിപ്രായ തെറ്റുണ്ടാവില്ലല്ലോ. ഇപ്പം മുസാഫ് ഉണ്ടായത് അങ്ങനെയാണല്ലോ. മുസാഫിൻ്റെ പകർപ്പെടുത്തപ്പോൾ അവിടുത്തെ കാര്യകർത്താക്കന്മാർക്ക് ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. അതേപ്രകാരം സക്കാത്ത് കൊടുക്കാത്തവരോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. നേരെ മറിച്ച് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളാണെങ്കിലോ അവർ അള്ളാഹിൻ്റെ കിതാബ് പറയുന്നതനുസരിച്ചല്ല അള്ളാഹിൻ്റെ കിതാബും മുഹമ്മദ് സുന്നത്തിലേക്കാണ് മടക്കുക. അപ്പം ഇതേ പ്രകാരം സംവാദത്തിൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കണം, ബദരീങ്ങളെ രക്ഷിക്കണേ, മൊഹീദ്ദീൻ ശേഖയെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്നായിരുന്നു മർഹൂം അലി മൗലവി റഹ്മത്തുള്ളാഹിന്റെ ആദ്യത്തെ ചോദ്യം. പക്ഷെ ഒരു കാര്യം, എല്ലാ വ്യവസ്ഥകളും റെഡിയാണ്, സംവാദം മുമ്പാരൊക്കെ തുടങ്ങണമൊക്കെ ശരിയാക്കി എല്ലാം രേഖയിലുണ്ട്. പക്ഷെ ആരാണ് ആദ്യം ചോദിക്കേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടതെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ സമയമായപ്പോൾ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും കൂട്ടരും ദ്വാരക്കാനിരുന്നു. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ദ്വാരക്കാനിരുന്നു. അലിയും മൗലവി എഴുന്നേറ്റ് ഒറ്റ ചോദ്യം, ബദരീങ്ങളെ കാക്കണേ, മുഹമ്മദ് ശേഖയെ രക്ഷിക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ വല്ല തെളിവുണ്ടോ എന്നാണ് ചോദ്യം. അതിന് ദുആ കഴിഞ്ഞിട്ട് പതി അബ്ദുൽ ഖാദർ മുസ്ലിയുടെ മറുപടി എന്താണെന്നറിയാമോ? ആ ചോദ്യം അസ്ഥാനത്താണ്, നിങ്ങളല്ല ചോദിക്കേണ്ടത്, ഞങ്ങളാണ് ചോദിക്കേണ്ടത്. ആ ചോദ്യം അസ്ഥാനത്താണ്, ചോദ്യം ശരിയായിട്ടില്ല എന്നു. പക്ഷേ ആ അസ്ഥാനത്താണെന്നൊക്കെ പറഞ്ഞിരുന്നാൽ അതിനുമതി അതിനെപ്പറ്റി ഒന്നും പറയില്ല. വീണ്ടും അതേ ചോദ്യം, മുഹമ്മദ് ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിലോ തെളിവുണ്ടോ? വീണ്ടും ചോദ്യം. വീണ്ടും ഇയാൾ പറയുന്നത് അസ്ഥാനത്താണ്, പാടില്ല, ആരാണ് പറയേണ്ടത്, വ്യവസ്ഥയല്ല, അസ്ഥാനത്താണെന്ന് പറഞ്ഞ ഒരു പ്രസംഗം കഴിഞ്ഞാൽ വീണ്ടും ചോദ്യം. ഈ ചോദ്യം ഇങ്ങനെ വന്ന് ചോദ്യം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ തറച്ചു. മരിച്ചുപോയ മഹാത്മാക്കൾ ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹമ്മദ് ശേഖയെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ, ഖുർആനിൽ തെളിവുണ്ടോ, ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദ്യം. ഖുർആനിലുണ്ടോ അല്ലേ എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ഹദീസ് തീരാൻ. ഹദീസിലേക്ക് അടയ്ക്കാൻ ആദ്യം അതാണല്ലോ വേണ്ടത്. ഒന്നാമത്തെ പ്രമാണം ഖുർആനാണല്ലോ. അതുകൊണ്ടാണ് ഖുർആനിലുണ്ടോ, 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 അത് ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞാൽ ഉണ്ടെങ്കിൽ പിന്നെ അതന്നെ മതി. ഇല്ലെങ്കിൽ ഖുർആനിൽ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഹദീസിലേക്ക് കിടക്കാം, ഹദീസിലുണ്ടോ നോക്കാം. പക്ഷേ ഇതിൽ ഉണ്ടോ ഇല്ലെന്ന് പറയണ്ടേ? അത് പറയില്ല. അങ്ങനെ നേരം വെളുക്കാറായപ്പോൾ ചോദ്യം ഇതിങ്ങനെ ആവർത്തിക്കുന്നതന്നെയല്ലേ. മധ്യസ്ഥന്മാരുടെ സ്റ്റേജിൽ നിന്ന് അവസാനം ഒരു ശബ്ദം വന്നു. അവരിങ്ങനെ ആലോചിച്ചിട്ട് എന്താ ഏതായിരുന്നാലും ചോദ്യം ആര് ചോദിക്കണേ, എവിടുന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളത് അഭിപ്രായ വ്യത്യാസം നമ്മൾ രേഖപ്പെടുത്താത്ത കാര്യമാണ്. പക്ഷെ ഇനി ചോദിച്ചു പോയില്ലേ ഇനി മറുപടി പറയണം. ഏതായാലും ചോദിച്ചല്ലോ, ചോദിച്ചതുകൊണ്ട് മറുപടി പറയണം. അപ്പോൾ പതിയെ മറുപടി. എന്നാൽ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ബദരീങ്ങളെ രക്ഷിക്കണേ, മുഹമ്മദ് ശേഖരെ വിളിച്ച് പ്രാർത്ഥിക്കണേ എന്ന് ഖുർആനിൽ നിരോധിക്കാത്തത് കൊണ്ട് അനുവദനീയമാകുന്നു. ഖുർആനിൽ തെളിവുണ്ടെന്നല്ല, ഖുർആനിൽ അത് നിരോധിക്കാത്തത് കൊണ്ട് അനുവദനീയമാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ മറിയം എഴുന്നേറ്റ് പറഞ്ഞു, ദശക്കണക്കിലായത്ത് കൊണ്ട് നിരോധിച്ചു എന്ന് ഞാൻ തെളിയിക്കാം. അപ്പോൾ അവിടുന്ന് നേരെ പറയാം, അങ്ങനെ പാടില്ല മൗലവി, അത് പ്രസംഗമായി പോകുന്നു, അർദ്ധപതിവാണ്, അത് തെളിയിക്കാൻ പാടില്ല. ആ മൗലവി പറഞ്ഞു, പിന്നെ ഞാൻ പറയാതെ എങ്ങനെ തെളിയാ? ഞാൻ ദശക്കണക്കിലായത്ത് കൊണ്ട് അത് നിരോധിച്ചിരിക്കും, തെളിയിക്കാമെന്നാണ് പറയണത്, പാടില്ലെങ്കിൽ എന്താ ചെയ്യുക? അത് പിന്നെ പറഞ്ഞു. അപ്പോഴൊക്കെ ആകെ സലാത്തും തെറി. അങ്ങനെ ആ ഖുർആനിൽ ആയത്തില്ല, അതിന് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ഖുർആനിൽ ആയത്തില്ല എന്ന് പൊതുവിൽ അങ്ങോട്ട് മനസ്സിലായ ആളുകൾക്ക്. അങ്ങനെയാണ് ഇത് പിരിഞ്ഞത്. പതിയുടെ കാലം എങ്ങനെ കഴിഞ്ഞു ഇത് നിങ്ങൾ നോക്കായിരുന്നോ? അത് കഴിഞ്ഞിട്ട് 25 കൊല്ലം കഴിഞ്ഞു. ഈ പൂനൂർ വെച്ച് ഞങ്ങൾ ഒരു വാദപ്രതിവാദത്തിൽ ഇടപെട്ടു. എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുണ്ട്, അജിത് സാഖ് മൗലവിയുണ്ട്, ഞാനുണ്ട്. ഞങ്ങളൊക്കെ ഒരു വേദിയിലാണ്. എ.പി. ആണ് ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി ആദ്യം സംസാരിക്കുന്നത്. അവിടെ വെച്ച് തുടങ്ങി. അവിടുന്ന് ഇ.കെ. അസം മുസ്ലിയാരാണ് അവിടെ മറുപടി പറയുന്നത്. അദ്ദേഹത്തെ എടുത്ത് ഉദ്ധരിച്ചു. 25 കൊല്ലം മുമ്പ് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ തെളിവുണ്ടോ എന്ന് അലി മൗലവി ചോദിച്ചതിന് ഞങ്ങളെ ഉസ്താദ് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല എന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഖുർആനിൽ ആയത്തുണ്ട് മൗലവി എന്ന് പറഞ്ഞു. എന്നിട്ട് ആയത്തുണ്ട് ഓതി കേൾക്കാൻ. നിങ്ങൾ ആയത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ ഖുർആനിൽ അസം മുസ്ലിയാർ ഓതിയ
എല്ലാവരും കാഫിറായി എന്ന് ഈസാ നബി മനസ്സിലാക്കിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ എല്ലാവരും കാഫിറായി എന്ന് ഈസാ നബി മനസ്സിലാക്കിയപ്പോൾ എന്നെ സഹായിക്കാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്നു. എല്ലാവരും കാഫിറാണെങ്കിൽ മരിച്ചുപോയ മുസ്ലിമുകളല്ലാതെ തന്നെ ആരാ ചോദിക്കുക? അതുകൊണ്ട് ഈ ചോദ്യം മരിച്ചുപോയവരാളാകുന്നു. ഇതാ മൂപ്പരുടെ ഖിയാസ്, മൂപ്പര് ഖുർആനായത്തോട് സ്ഥാപിക്കണം. ഈ മന്നാൻസാരി എന്നുള്ള ചോദ്യം അത് മരിച്ചുപോയവരോടുള്ള സഹായം തേട്ടമാണ്, അവരോട് രക്ഷതേട്ടമാണ്. ഇതായിരുന്നു ഈ ആയത്ത് കൊണ്ട് ഇജ്തിഹാദ്. ഇവിടുന്ന് മറുപടി പറഞ്ഞപ്പോൾ നമ്മുടെ എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു, മുസ്ലിയാരെ രണ്ട് നിലക്കും കൂടെ പറഞ്ഞത് തെറ്റാണ്. ഒന്ന്, എല്ലാവരും കാഫിറായി എന്ന് പറഞ്ഞത് ശരിയല്ലല്ലോ. കാരണം അവിടെ തന്നെ ആ ആയത്ത് വിശദീകരിച്ചു കൊടുത്ത് മറ്റൊരു ആയത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽപ്പെട്ട ഒരു വിഭാഗം അവിശ്വസിക്കുകയും ഒരു ഭാഗം വിശ്വസിക്കുകയും ചെയ്തു. അവരെല്ലാവരും കാഫിറായി എന്ന് പറഞ്ഞത് ഖുർആൻ അള്ളാഹിനെ പറ്റി പറഞ്ഞ കളവാണ്. മറ്റൊന്ന് മന്നാൻസാരി എന്ന് പറഞ്ഞത്, മന്നാൻസാരി ഇലല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്തിനാര് സഹായിക്കാണെന്നാ. അത് ആരോടാണ്? ഹവാരിജികളാണ്, ജീവിച്ചിരിക്കുന്ന ഹവാരിജികളോടാണ് ചോദിച്ചത്, അതല്ലാതെ മരിച്ചുപോയവരോടല്ല. അതാണ് പൊളിഞ്ഞു. അതുകൊണ്ട് പിന്നെ ആ ആയത്ത് വേറെ എവിടെ ഓതൂല. നിങ്ങളൊക്കെ ഇവിടെ കുറ്റിച്ചറ വന്നപ്പോൾ മന്നാൻസാരി കേട്ടില്ലല്ലോ. കുറ്റിച്ചറയിൽ വന്നപ്പോൾ മന്നാൻസാരി ഒറ്റൊന്നും ഉണ്ടായില്ല. ഇവിടെ ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു എന്നാ കുറ്റിച്ചറ പൊന്തിയത്. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു അല്ലദീന യുഖീമൂന സ്വലാത്ത്. അവിടെ തന്നെ ഓതൂല്ല കേട്ടോ, അത്രേ ഓതുള്ളൂ. ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു, നിങ്ങളുടെ രക്ഷകൻ അള്ളാഹുവാണ്, അവൻ്റെ റസൂലാണ്. വല്ലദീന ആമനു, സത്യവിശ്വാസികളുമാണ്. അപ്പോൾ അള്ളാഹുവിനെ പോലെ തന്നെ റസൂലും അതുപോലെ തന്നെ സത്യവിശ്വാസികളും എന്നും അവരോട് രക്ഷ തേടാം. അള്ളാഹിനോട് ഒന്നും രക്ഷ തേടാം, റസൂലിനോട് ഒന്നും രക്ഷ തേടാം, സത്യവിശ്വാസികളോടും ഒന്നും രക്ഷപ്പെടാൻ. ജീവിച്ചിരിക്കുന്ന മരിച്ചോടും ഇത് മൂന്നും ഒരുപോലെയല്ല. ഇത് ബുദ്ധിയുള്ളവർ കാര്യം പറയാം. അള്ളാഹുവിൻ്റെ രക്ഷ എന്ന് പറഞ്ഞാൽ അത് ഗൈബിയാണ്, അദൃശ്യമായതാണ്. മുഹമ്മദ് നബി സഹായിക്കുക എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി രക്ഷകനാണ്, സഹായിക്കുക എന്ന് പറയുന്നത് എന്താണ്? നബി സ്വല്ലല്ലാഹു ജീവിതകാലത്ത് അള്ളാഹിൻ്റെ കിതാബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു, നമ്മളെ മനസ്സിലാക്കി തരുന്നു. അതാണ് അള്ളാഹിൻ്റെ റസൂൽ എന്ന നിലക്കാണ് മുഹമ്മദ് നബിൻ്റെത്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ആദർശ ബന്ധുക്കളാണ്. അൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅ്ദിൻ. സത്യവിശ്വാസികളും വിശ്വാസികളും തമ്മിൽ ആദർശ ബന്ധുക്കളാണ്. അത് ആദർശപരമായ സഹായമാണ്. അതാണ് അവർ മാത്രമാണെന്ന് പറയുന്നത്, ആദർശപരമായ കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് ഇത് അവരോട് സഹായം തേടാന്നുള്ള ആയത്ത് ഇവിടെ വന്നു. അതാണ് പൊളിച്ചു. കാരണം അവരോട് മാത്രമാണെങ്കിൽ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിങ്ങളോടൊന്നും സഹായം ചോദിക്കാൻ പാടില്ലല്ലോ, അവരോട് സഹായം തേടാൻ തന്നെ പാടില്ലല്ലോ. കാരണം ഇവരോട് മാത്രമേ സഹായം തേടാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോയപ്പോൾ തന്നെ നബിൻ്റെ ഒരു യഹൂദിൻ്റെ അടുത്ത് പണയാ, ഒരു യഹൂദിനോടാണ് പൈസ സഹായം ചോദിച്ചത്. ഹിജറ പോകുമ്പോൾ ഒരു മുസ്ലിമിനെയാണ് കൂടെ വഴികാട്ടാൻ കൊണ്ടുപോയത്. അപ്പോൾ മുസ്ലിങ്ങളോടും അവിശ്വാസികളോടെല്ലാം എല്ലാ നിലക്കും ഭൗതികമായ സഹായം ചോദിക്കാറുണ്ടായിരുന്നു. പിന്നെ മരിച്ച അവിശ്വാസികളോട് മാത്രം പാടില്ല എന്ന് വല്ല ആയത്തിലുണ്ടോ? ജീവിച്ചിരിക്കുന്ന അവിശ്വാസികളോടാവാമെങ്കിൽ മരിച്ചവരോട് ആയിക്കൂടെ? അവിടെ പ്രശ്നം വരുന്നത് എന്താണെന്നറിയാമോ നിങ്ങൾ? ഇവിടെ ഇപ്പോൾ ഈ ഭക്തന്മാർ ശിർക്കിലേക്ക് പോകുമ്പോൾ ശിർക്ക് എവിടെയുണ്ടോ ആ ശിർക്കിന് എന്തെങ്കിലും അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ ഭൗതിക പദാർത്ഥങ്ങളിൽ കൊണ്ടുപോകണം. അതല്ലാതെ വെറും തക്കവ കൊണ്ട് മാത്രം പോയാൽ പോരാ. അപ്പം പള്ളിയിൽ പോയി നമ്മളൊക്കെ നിസ്കരിച്ച് വന്നു, ഒന്നും കൊണ്ടുപോയില്ല. നിസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഔല് കൊണ്ടുപോയില്ല, മകര് കൊണ്ടുപോയില്ല, തുണി കൊണ്ടുപോയില്ല, പൂവ് കൊണ്ടുപോയില്ല, ഒന്നും വിളക്കെത്തിക്കാൻ കൊണ്ടുപോയില്ല. നിങ്ങൾ യാർത്തേക്ക് പോയിട്ട് അങ്ങനെ പോരാൻ പറ്റൂല കേട്ടോ. യാർത്തേക്ക് പോയാൽ അവിടെ എന്തെങ്കിലും കൊടുക്കണം, അതല്ലെങ്കിൽ യാറവിടെ നിലനിൽക്കൂല. ക്ഷേത്രത്തിൽ പോയാലും അങ്ങനെ, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പോകുന്നവർക്കൊക്കെ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് മാത്രമേ ഇബാദത്തെടുക്കാൻ ഹജ്ജിന് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകണ്ട. ഏത് യാർത്തേക്ക് പോവുകയാണെങ്കിൽ യാർത്തിലെ പൂജാരിക്ക് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ യാറമ്മിനെ അവിടെ വെക്കൂല, അവിടെ യാറും നിലനിൽക്കില്ല. അത് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കുന്നവർക്കൊക്കെ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ശബരിമലയ്ക്ക് പോകുന്ന സഹോദരന്മാർ അവർക്കൊരു കാര്യമുണ്ട്, അവർ ബഹുദൈവാരാധകന്മാരാണെന്ന് സമ്മതിക്കുന്നവരാണ്. കാരണം ചെയ്യുന്ന കാര്യത്തിൽ ആത്മാർത്ഥമുള്ളവരാണ് അവർ. അതുകൊണ്ട് ഞങ്ങൾ ബഹുദൈവാരാധകന്മാരാണെന്ന് അവർ അംഗീകരിക്കുന്നു. ആ വിഷയത്തിൽ അവർക്ക് വർഗീയതയുമില്ല. കാരണം മരിച്ച രണ്ട് സുഹൃത്തുക്കൾക്ക് അവരിതാ നിവേദ്യമായി പോവുകയാണ് അവരുടെ പള്ളിക്കെട്ടിൽ. ആ രണ്ട് സുഹൃത്തുക്കൾ, ഒന്ന് അയ്യപ്പസ്വാമിയാണ്, ഒന്ന് ബാബർ സ്വാമിയാണ്. ബാബർ സ്വാമിന് നമ്മൾ സ്വാമി എന്ന് പറയുന്നത് നമ്മളെ അറബിയിൽ ഷെയ്ഖ് എന്നാ പറയാം, അവർ ബാബർ സ്വാമി എന്ന് പറയും. അപ്പോൾ ബാബർ ഷെയ്ഖും അയ്യപ്പസ്വാമിയും ഇവർക്ക് രണ്ടുപേർക്കുണ്ട് ഈ പള്ളിക്കെട്ടിൽ കൊണ്ടുപോകണം അയ്യപ്പസ്വാമികൾ ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ. പക്ഷെ നിങ്ങൾ നോക്കായിരുന്നു, ഈ രണ്ടും അവർക്ക് കൊണ്ടുപോകുന്ന ആരാധനയെ ഇബാദത്താണല്ലോ അവർക്ക്, അതിന് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ ഇബാദത്തായി കൊണ്ടുപോകുന്ന നേർച്ചയാണ്, വഴിപാടുകളാണ് ഈ കൊണ്ടുപോകുന്നത്. അയ്യപ്പസ്വാമിക്ക് കൊണ്ടുപോകുന്നത്, വാങ്ങാൻ നിൽക്കുന്നത് നല്ല പൂണൂൾ ധരിച്ച സ്വാമിയാരാണ് അതൊക്കെ വാങ്ങുക. കാരണം സ്വാമിയാർക്ക് സ്വാമിയാരനെ വാങ്ങാം. പക്ഷേ ബാബർ സ്വാമിക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ ബാബർ സ്വാമിക്ക് കൊണ്ടുപോകുന്നത്, ശേഖർ കൊണ്ടുപോകുന്നത് ആരാ വാങ്ങണത്? തലപ്പാവ് കിട്ടിയ മൊയ്യരാ വാങ്ങണത്.
അപ്പം മുസ്ലിയർ വാങ്ങിയ തൗഹീദും സ്വാമിയർ വാങ്ങിയ ശിർക്കും ആവുമോ? വർഗീയത കൊണ്ട് വരുകയും പറ്റുമോ? നിങ്ങളൊന്ന് ആലോചിക്കുകയാണ്. ഒരേ പ്രവർത്തനം, ഒരേ ആരാധന, അത് ഒന്ന് മുസ്ലിയർ ചെയ്യുന്നു, മുസ്ലിയർ ചെയ്താൽ തൗഹീദും സ്വാമിയർ ചെയ്താൽ അത് ശിർക്കും ആവുമോ? ഇത് നമ്മൾ രണ്ടും ഒരുപോലെ നമ്മൾ പറയണത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പണ്ട് ഇവിടെ അബൂബക്കരാജി ഇവിടെ ഉണ്ടായിരുന്നു പുതിയങ്ങാടി അബൂബക്കരാജി ആജിയർ. നമ്മുടെ മൊയ്ലിയന്മാരെ വയല് കേട്ടിട്ട് ശരിക്കും ശൂന്യായ ഒരു ആജിയറാണ് അയാൾ അബൂബക്കരാജി. കാരണം മൊയ്ലിയന്മാർ വയല് പറഞ്ഞു കൊടുത്തപ്പോൾ സ്വയം കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ, ഇലാഹാണെന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ, അല്ലെങ്കിൽ ലായിലായിലുള്ള ചൊല്ലിയിട്ട് എന്ത് ചെയ്താലും ശിർക്കാവൂല എന്ന വയല് കേട്ടിട്ട് ആ വയലിൻ്റെ അടിസ്ഥാനത്തിൽ ആജിയറാണ് അബൂബക്കരാജി. പക്ഷെ അയാൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. കുട്ടികളില്ലാതെ കുറേ കാലം കുട്ടികളില്ലാതെ ആയപ്പോൾ അയാൾ പലയിടത്തും നേർച്ചയാക്കി. പുതുവന്നാനി ഒരു ബീവി ഉണ്ട്, എവിടുന്ന് വന്നൊരു ശവമാണ്, അവിടെ അടുത്ത് കുഴിച്ചിട്ടതാണ്, അതിന് നേർച്ചയാക്കി പുതുവന്നാനി ബീക്ക്. അതുപോലെ അജ്മീറിലേക്ക് ഗോജാമൊഴിയിൽ നേർച്ചയാക്കി, മമ്പറത്തേക്ക് എല്ലാ യാത്രങ്ങൾക്കും നേർച്ചയാക്കി. പക്ഷേ പടച്ചോ കുട്ടിയെ കൊടുത്തില്ല, പടച്ചോനല്ലത് കൊടുക്കുന്നത്. അവസാനം അയാളുടെ ഒരു അയൽവാസി ഒരു ചെട്ടിയരുണ്ട്. ആചാര്യ പറഞ്ഞു, ആചാര്യെ നിങ്ങൾ പലയിടത്തേക്കും നേർച്ചയാക്കിയല്ലോ, ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ ആ ഗുരുവായൂർക്ക് ഈ കുട്ടി ഉണ്ടായ ആ കുട്ടിനെ കൊണ്ടേ തുലാഭാരം കൊടുക്കാൻ നേർച്ചയായിക്കണം. അതുകൊണ്ട് കുട്ടി ഉണ്ടായിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കുമ്പോണ്ടല്ലോ. അപ്പം ആചാര്യർക്ക് തെറ്റൊന്നും കണ്ടില്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയാൽ ഇലാഹാണെന്ന് ഗുരുവായൂരപ്പൻ ഇലാഹാണെന്ന് വിശ്വസിക്കുന്നില്ല, ഗുരുവായൂരപ്പൻ സമതാണെന്ന് വിശ്വസിക്കുന്നില്ല, സ്വാശ്രയനാണെന്ന് വിശ്വസിക്കുന്നില്ല. അയാൾ പടച്ചോൻ്റെ സൃഷ്ടിയാണെന്നാണ് വിശ്വസിക്കുന്നത്, പടച്ചോൻ കൊടുത്താണെന്നാണ് വിശ്വസിക്കുന്നത്. പണ്ട് ലാത്തനെ പറ്റി വിശ്വസിച്ച പോലെ തന്നെ ഞാൻ ഒന്നിനെ പറ്റി സുവാഹിനെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെയാണ് ഗുരുവായൂരപ്പനെയും വിശ്വസിക്കുന്നത്. അപ്പോൾ ഗുരുവായൂരപ്പന് അദ്ദേഹം അങ്ങനെ കുട്ടി കുട്ടിയെ കൊണ്ടേ തുലാഭാരം കൊടുക്കാമെന്ന് അബൂബക്കരാജി നേർച്ചയാക്കി അബൂബക്കരാജി കഷ്ടകാലത്തിന് പടച്ചോനെന്ന് പരീക്ഷിച്ചു, കുട്ടിയുടെ കൊടുത്തു. പക്ഷേ മനസ്സ് സമ്മതിക്കണില്ല. ഈ കുട്ടിയെ കൊണ്ടുപോയി തൂക്കിയിട്ട് എന്തെങ്കിലും കൊടുക്കാതിരുന്നാൽ കുട്ടി ആയുസുണ്ടാവൂല, കുട്ടിക്ക് വല്ല എന്തെങ്കിലും അരട്ട് സംഭവിക്കും എന്ന് അബൂബക്കരാജിൻ്റെ ഉള്ളിൽ ആ ശിർക്ക് പ്രചോദനം നൽകുകയാണ്. അദ്ദേഹം കുട്ടിയെ കൊണ്ടുപോയി ഗുരുവായൂർ കൊണ്ടുപോയി തൂക്കി ഒരു സാധനം അവിടെ തുലാഭാരം കൊടുത്തു, തിരിച്ചു പോന്നു. പക്ഷേ പിറ്റത്തെ ദിവസം പത്രത്തിൽ ഇതാ ബോക്സ് ഇട്ട റിപ്പോർട്ട്, ഒരു മുസ്ലിം ഭക്തൻ്റെ തുലാഭാരം ഗുരുവായൂർ എന്നുള്ള റിപ്പോർട്ടാണ്. ഒരു മുസ്ലിം ഭക്തൻ്റെ തുലാഭാരം. ഇത് കണ്ടപ്പോഴാണ് മൊയ്ലിയന്മാർക്ക് ചൂടാകുന്നത്. കാരണം അവർക്ക് ശിർക്കിന് എല്ലാ പ്രചോദനം നൽകിയാലും വർഗീയത ഭയങ്കര വർഗീയതയാണ്. അള്ളാഹു അല്ലാത്തവർക്ക് ചെയ്താൽ അത് അമുസ്ലിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. മുസ്ലിമീങ്ങൾ മരിച്ചാൽ മുസ്ലിമാണെന്ന് അറിഞ്ഞില്ലെങ്കിലും പാടില്ല, അമുസ്ലിമാണെന്ന് അറിയാഞ്ഞാൽ മതി. ഇപ്പോൾ പുതുവന്നാനി ബീവി അങ്ങനെയാണ്. ഒരു ശവം വന്നത് മുസ്ലിമാണോന്നോ അമുസ്ലിമാണോന്നോ അറിയില്ല, എന്നാലും പുതുവന്നാനിക്ക് പോകുന്നതുകൊണ്ട് ഇറക്കടില്ല. അപ്പോൾ അമുസ്ലിമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പാടില്ല എന്നാണ്. മറ്റത് മുസ്ലിം ആയാലും പാടില്ല, അമുസ്ലിം ആയാലും പാടില്ല, മൃഗങ്ങളായാലും പാടില്ല. കുറ്റിപ്പുറത്തേക്ക് വളാഞ്ചേരി കുറ്റിപ്പുറത്തേക്ക് പോകുന്നോർത്തുണ്ട് ഒരു കവർ റോട്ടിൽ തന്നെ. അത് കാര്യത്തിന് ഓരോന്ന് ലീഗ് ഭരിക്കുന്ന കാലത്ത് പച്ചയായിരിക്കും, മാർക്സിസ്റ്റ് ഭരിക്കുന്ന കാലത്ത് ചോപ്പായിരിക്കും, ഇങ്ങനെ ഓരോരോ കളർ മാറുന്ന കവറാണ് ഇത്. ഈ കവറിന് നേരത്തെ അവിടെ വിളക്ക് കത്തിക്കലും ഇതൊക്കെ ആയിട്ട് പൂജ അവിടെ നടക്കുകയാണ്. പക്ഷേ ഈ കബറെന്ന് പറഞ്ഞാൽ പണ്ട് വെള്ളക്കാരുടെ കാലത്ത് സായിമാരാരാ യാത്ര ചെയ്യുമ്പോൾ ഒരു കുതിര സോക്കട് കുഴിച്ച് ചത്ത് കുഴിച്ചിട്ടാണെന്നാണ് പറയണത്. ഈ കുതിര ചത്ത് കുഴിച്ചിട്ട കബറിനാണ് ഇവർ ചെയ്യണത്. അവ ഏത് ജന്തുവായാലും വേണ്ടില്ല. പക്ഷെ ഇത് പണ്ട് ഞാൻ പ്രസംഗിച്ച കാലത്ത് കുറ്റിപ്പുറത്ത് വന്ന ഒരാളും ഒരു വലിയൊരു ഇത് സാധാരണക്കാർ പറഞ്ഞു കൊടുത്തു, അത് നമ്മളെ യാറത്തിലെ ഷെയ്ഖിനെ കുതിരയാക്കിക്കണു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് അപ്പോൾ മുസ്ലിം വാള് പറഞ്ഞു, അതിന് മറുപടി പറയാം. അദ്ദേഹം കുറച്ച് ബുദ്ധിയുള്ള ആളാണ്. ജനങ്ങളൊക്കെ അദ്ദേഹം പൊട്ടീസാക്കിയിട്ട് പറഞ്ഞു, കണ്ടോ ഈ വഹാബികൾ ഇവിടെ ഹംസത്തുൽ കറാറാണ് മനുഷ്യ മറവ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഹംസത്തുൽ കറാറിനെ പറ്റിയാണ് കുതിര എന്ന് പറയുന്നത്, ഹംസത്തുൽ കറാറാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. മൂപ്പർക്ക് പല ചരിത്രം അറിയോ എന്ന് പറഞ്ഞാൽ, ശമ്പർ സാധാരണക്കാരെ പറ്റിച്ചെന്നറിയോ, കറാർ എന്ന് പറഞ്ഞ കുതിര ചാടുക എന്ന് തന്നെ അർത്ഥം. അത് മൂപ്പർക്ക് ആ കുതിരക്ക് പേരിട്ടു എന്ന് മാത്രമേ ഉള്ളൂ, ചാടുന്ന കുതിര. അപ്പം അത് ജനങ്ങളും അറിഞ്ഞില്ല. എന്നിട്ട് ഇപ്പോഴും ആ കബറിങ്ങ് അടക്കാണ്. എന്തിനേറെ ഇത് അറിഞ്ഞാലും അറിഞ്ഞില്ല എന്നല്ല. നിങ്ങൾ നോക്കിയായിരുന്നു വേങ്ങര ഉണ്ട് ഒരു കബറ്, വേങ്ങര. ഈ വേങ്ങര എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭ്രാന്തണ്ടായിരുന്നു. അവിടെ അങ്ങാടിയിൽ മുണ്ട കഴിച്ചിട്ട് ഇങ്ങനെ നടക്കും, വൃത്തി ഉണ്ടാവും, കുളിക്കൂല, നാറിയിട്ട് അടുത്ത് കയറില്ല. അദ്ദേഹത്തിന് കുളിക്കൽ എപ്പോഴാണെന്നറിയാമോ? അവിടെ ഹോട്ടലിൽ വിറകെട്ടുന്ന ഒരു ചങ്ങായിന്ന് ഒരു വിറകെട്ടി, അയാൾക്ക് ചിലപ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിക്കും. അയാൾക്ക് ഭ്രാന്ത് പിടിച്ചാൽ ഭ്രാന്തിൻ്റെ വശം എന്താണെന്നറിയോ? ഒരു വിറകും കൊണ്ട് എടുത്താൽ ഈ കുളിക്കൂലെന്ന് ചോദിച്ചാൽ ഇയാളെ തോട്ട് കൊണ്ടേ കുളിപ്പിക്കും. അന്ന് ഇയാൾ കുളിക്കോളൂ, അയാളെ പേടിയാണ്. വിറകും കൊണ്ട് എടുത്താൽ അയാളെ പേടിയാണ്. അപ്പം പോയിട്ട് തൊട്ട് പോയി ഇയാളെ കുളിപ്പിക്കും. അയാൾ മരിച്ചിട്ട് പള്ളിയുടെ മുസ്ലിമുകളെ മറയുന്നിടത്ത് മറവിയാനയച്ചില്ല. ഞങ്ങൾ ഇപ്പോഴും ഭയങ്കര പോയി നോക്കി, അയാളെ കബർ പുറത്താണ്. എന്നിട്ട് അയാളുടെ കബർ പുറത്ത് വെച്ചിട്ട് ആ യാറത്തിന് തറക്കല്ലിടാൻ വന്നു. ഇവിടുത്തെ പണ്ഡിത സംഘങ്ങളുടെ അധ്യക്ഷൻ തറക്കല്ലിടാൻ വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നറിയാമോ? അള്ള ബഹുമാനിച്ചവരെ നമുക്ക് ബഹുമാനിക്കണ്ടേ,
അള്ളാഹു ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കണ്ടേ. അതുകൊണ്ട് അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ വേണ്ടിയാണ് തറക്കല്ലിടുന്നത്. ഞാനിവിടെ യാറം കെട്ടുന്നതെന്നാണ് പറയണത്. ബഹുമാനിക്കാനാ പതേ, അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിക്കാൻ. എങ്ങനെ അള്ള ബഹുമാനിച്ചാന്ന് എനിക്ക് മനസ്സിലായി. അതാണ് മതപുരോഹിതന്മാർ. ക്രിസ്ത്യാനികൾ എന്തൊക്കെ ചെയ്യുന്നുവോ അതൊക്കെ അവർക്ക് ദൈവികമായ ബോധോദയം ഉണ്ടാകുമെന്നും അവർക്ക് ദിവ്യബോധമുണ്ട് എന്ന്, അവർ ദിവ്യത്വത്തിന് അംശമുണ്ട് എന്നൊക്കെയാണല്ലോ മതപുരോഹിതന്മാരെ പറയുന്നത്. അതന്നെ ആ പൗരോഹിത്യാണ് പറയുന്നത്. അല്ലാതെ അള്ളാൻ്റെ ഒക്കെ അള്ള ബഹുമാനിച്ച് നല്ല വഴിയും കിട്ടിയോ? സഹാബത്ത് അങ്ങനെ പറയാൻ പാടില്ല, അള്ള അറിയാതെ പറയാൻ പാടില്ല. അള്ളാൻ്റെ റസൂൽ വിലക്കിയതാണ്. ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ അവരെ ഉമ്മു അലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടാണ്, അൻസാരി പറഞ്ഞ സൗകര്യം ചെയ്ത് കൊടുത്താണ് മദീനത്ത് ജീവിച്ചിരുന്നത് മുഹാജിറായ ഉസ്മാൻ ബിൻ മദ്ഊൻ റളിയല്ലാഹു അൻഹു. റസൂലും സഹാബികളും കാണാൻ ചെന്നവർക്ക് വേണ്ടി ചേർന്ന് തിരിച്ചു പോരുമ്പോൾ ഉമ്മ അലാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബസ്സാഹിബ് അള്ളാഹു നിങ്ങളെ ബഹുമാനിച്ചു, ഞാൻ സാക്ഷിയാണെന്ന് പറഞ്ഞു. ഷഹാദത്തെ അലൈക അബസ്സ. പക്ഷെ അത് കേട്ടാൽ അള്ളാഹുവിൻ്റെ റസൂലിന് പറ്റിയില്ല. ആ പ്രവണത ശരിയല്ലല്ലോ. അള്ള ബഹുമാനിച്ചവരെ എങ്ങനെയാണ് പറയുക? ബഹുമാനിച്ചത് ഒരാൾ പറയൽ. തിരിഞ്ഞു വന്ന് റസൂൽ ചോദിച്ചു, ഒമാ ഇതിരിക്കാൻ അള്ളാഹുദാക്രമം, അള്ള അദ്ദേഹത്തെ ബഹുമാനിച്ചു, നടക്കെങ്ങനെ മനസ്സിലായി ഉമ്മാലാവെന്ന് ചോദിച്ചു. ചോദ്യം കേട്ട് ഞെട്ടിപ്പോയി. കാരണം ഉമ്മാല എന്നാണ് സഹാബി വനിതയാണ്, അൻസാരി വനിതയാണ്. ഒരൊറ്റ മൗലിയൊരു ഷെയ്ഖും അതിൻ്റെ ശേഷമുള്ള ഒരു അൻസാരി വനിതയ്ക്ക് കടപിടിക്കില്ല, നമുക്കറിയാലോ. എന്നിട്ട് അങ്ങനത്തെ ഒരു സഹാബി വനിത പറഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, എങ്ങനെ നിനക്ക് മനസ്സിലായി അള്ള ബഹുമാനിച്ചു? പിന്നെ ഞാൻ ആരെ അള്ളാഹു ബഹുമാനിക്കാമെന്ന് ചോദിച്ചു. നബി പറഞ്ഞു, അദ്ദേഹം യഖീൻ വന്നു കഴിഞ്ഞു, അള്ളാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കട്ടെ, എന്നെ കൊണ്ട് എന്താ ചെയ്യാൻ കഴിയാന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് അള്ള പറയാതെ അങ്ങനെ ഒരാളെ പറ്റി പറയാൻ പറ്റില്ല. മോലെ പറഞ്ഞു മേലിൽ ഞാൻ അങ്ങനെ ആരെപ്പറ്റി പറയില്ല. ലാ ഉസക്കി വാഹിദാന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒരാൾ പറയാൻ പാടില്ല. പടച്ചോൻ ബഹുമാനിച്ചു, പടച്ചോനെ പറ്റി എങ്ങനെ പറയാം? പക്ഷെ ഇവർ പടച്ചോൻ ബഹുമാനിച്ചു എന്ന് മാത്രമല്ല പറയല്, പടച്ചോൻ്റെ നിന്ന് എന്തൊക്കെ കിട്ടിയെന്നറിയാം. പടച്ചോൻ വിളിച്ചോവർ, ഇത് പറയാൻ മടിയില്ലാത്തൊരിഞ്ഞ എന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയെ മഹാരക്ഷകൻ അള്ള വിളിച്ചിരിക്കുന്നു, ഇത് പറയാൻ മടിയില്ലാത്തവർക്ക് ഇനി എന്താ പറഞ്ഞുകൂടാത്തത്? എവിടുന്ന് അള്ള വിളിച്ചവർക്ക് കിട്ടി? അള്ളാന്റെ കിതാബിലുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വല്ല കുർസിയാഹദിൽ പറഞ്ഞിട്ടുണ്ടോ അള്ള വിളിച്ചു എന്നുള്ളത്? അതല്ല, ഇവർക്ക് വഹിയുണ്ടായോ? എവിടുന്ന് അള്ള വിളിച്ചവർക്ക് കിട്ടിയത്? അത് മാത്രമല്ല, ഇവിടുത്തെ വിഷയത്തിലൊരു കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ. ഇവിടെ വിഗ്രഹങ്ങൾ വെച്ചതുകൊണ്ടാണ് ശിർക്കുണ്ടായെന്ന് പറഞ്ഞപ്പോൾ വിഗ്രഹങ്ങളെ പോലെ തന്നെയാണ് ഖബറുകൾ എന്ന് ഇമാം റാസി പറഞ്ഞു. ഇമാം റാസി പറഞ്ഞു എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളുടെ അടുത്ത് ചെയ്യുന്ന പണികളൊക്കെ ഖബറിൻ്റെ അടുത്ത് ചെയ്താൽ ഖബർ ബിമ്മാക്കൽ തന്നെയാണ്. എന്താ ഈ അവിശ്വാസികൾ ചെയ്യുന്ന ഇബാദത്ത്? അവർ ഇബാദത്ത് എന്ന് ഉറപ്പല്ലേ? അതുകൊണ്ടല്ലേ നമ്മളോട് കൊണ്ട് പടച്ചോങ്ങനെ എപ്പോഴും പറയുന്നത്, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, പറയുക കാഫിരീങ്ങളെ, അവിശ്വാസികളെ, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തൊന്നും ഞാൻ ചെയ്യൂല കേട്ടോ, ഞാൻ ചെയ്യുന്ന ഇബാദത്ത് നിങ്ങളും ചെയ്യില്ല. അപ്പം അതിൻ്റെ അർത്ഥം കാഫിരീങ്ങളെ ഇബാദത്ത് ചെയ്യുന്നുണ്ടെന്നാണല്ലോ. എന്ത് ഇബാദത്തെ കാഫിരീങ്ങൾ ചെയ്യണം? നമ്മളെ നിസ്കരിക്കല, നമ്മളെ നോമ്പ് വലിക്കല അല്ല, പ്രാർത്ഥനയാണ് അവരുടെ ഇബാദത്ത്. അവിടെ ചെന്ന് വിഗ്രഹങ്ങളെടുത്ത് വന്നാൽ ദുആ ചെയ്യുന്നു, അവിടെ ബഹുമാനിക്കുന്നു, വിളക്ക് കത്തിച്ച് വെക്കുന്നു, അതിനാദരിക്കുന്നു. ഇങ്ങനെ ആദരിച്ചാൽ റാസി പറഞ്ഞ പോലെ അള്ളാഹിൻ്റെ അടുക്കൽ അതിൻ്റെ ആളുകൾ ശുപാർശ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഖബറെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ബിംബാരാധന പോലെ തന്നെയാണ് നിരവധി പടപ്പുകൾ മഹാന്മാരുടെ ഖബറുകളെ ബഹുമാനിക്കുന്നത്. ഖബറുകൾക്ക് പൊതുവായൊരു ബഹുമാനമുണ്ട്. പൊതുസ്ഥലമാക്കാൻ പാടില്ല, മലമൂത്ര വിസർജന സ്ഥലം ഖബറാക്കരുത്, അതൊക്കെ ഇപ്പോൾ എല്ലാ ഖബറുകൾക്കും ഉള്ളതാണ്. പക്ഷെ അതല്ല, പ്രത്യേക ഖബറുകൾ ബഹുമാനിക്കുന്നു. വിളക്കെത്തിക്കുക, അവിടെ എന്തെങ്കിലും ഇട്ട് മൂടുക, അവിടെ ചന്ദനത്തിരി കത്തിക്കുക, ഇങ്ങനെയൊക്കെ ബഹുമാനം ഉണ്ടല്ലോ. ആ ബഹുമാനത്തിന് പിന്നിൽ വിശ്വാസമുണ്ട്. അതാണ് അദൃശ്യമായ ഗൈബിയായ വിശ്വാസം. ഇമാം റാസി വ്യക്തമാക്കി, ഈ ഖബറുകളെ ബഹുമാനിച്ചാൽ ആ ഖബറാളികൾ ഞങ്ങൾക്ക് അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ ചെയ്യും എന്ന വിശ്വാസപ്രകാരം ഖബറുകളെ ബഹുമാനിക്കുന്നത് ബിംബാരാധന പോലെ തന്നെയാവുന്നു, വിഗ്രഹാരാധന പോലെ തന്നെയാണ്. അത് ഇമാം റാസി പറഞ്ഞത് വളരെ സത്യമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അള്ളാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ എന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ ആരാധന കൊണ്ട് നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് കയ്യില്ലാറില്ലല്ലോ. ഈ ബിംബങ്ങൾ ആരാധിക്കുന്ന ആരാധന സകല ഖബറുകൾക്ക് അജ്മീറിലേക്ക് ചെല്ലും, മമ്പുറത്തേക്ക് ഉണ്ടാകും, അതുപോലെ പുതുവന്നാനിക്കും പുത്തമ്പള്ളിക്കും എല്ലാ ഇങ്ങനത്തെ ഓരോന്ന് ചെല്ലുമ്പോൾ മുഹമ്മദ് നബിൻ്റെ ഖബറിൻ്റെ അടുത്തേക്ക് ഈ ആരാധനയുമായി ചെല്ലാ പടച്ചോൻ സംരക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഈ ദുആ കൊണ്ടായിരിക്കണം. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അള്ളാഹുവേ എൻ്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കരുതേ. നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് ആരും ചെല്ലില്ല. അങ്ങനെ ചെല്ലാൻ തുടങ്ങിയപ്പോൾ അത് സംരക്ഷിച്ച് അള്ളാഹു നിർത്തി, ഒരു വിപ്ലവം നടത്തി. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിൻ്റെ നേതൃത്വത്തിൽ അതെല്ലാം അവിടുന്ന് മാറ്റി. അവിടെ പണ്ഡിതന്മാരെന്നൊക്കെ അവിടെ നിർത്തി, ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഖബറിന്റെ സലാം പറഞ്ഞു പോയിക്കോളി, അവരോട് ഇങ്ങോട്ട് ചോദിക്കാൻ പാടില്ല. അവിടെ എന്തെങ്കിലും പ്രത്യേകമായ ആരാധന പൂജകൾ നടത്താൻ പാടില്ല.
പക്ഷേ ഇന്ന് അവിടെ മാത്രം, അവിടെ ഹിജാസിൽ മാത്രമാണ്, മദീനയിൽ മാത്രമാണ് നമ്മളിത് കാണുന്നത്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും മാറുന്നു. ഇന്നൽ ഇസ്ലാം ഇസ്ലാം മദീനയിലേക്ക് മടങ്ങി ചെല്ലുന്നു. ഒരു പാമ്പ് അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു പോയി അങ്ങോട്ട് തന്നെ മടങ്ങുന്നത് പോലെ ഹിജാസിൽ നിന്ന് മടങ്ങി വന്ന് ഹിജാസിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതുകൊണ്ട് ഹിജാസ് നിങ്ങൾ നോക്കായിരുന്നു. ഖബറുകൾ കെട്ടിപ്പൊക്കാതെ, ഖബറുകൾ ആരാധിക്കപ്പെടാത്ത ഒരു മുസ്ലിം രാഷ്ട്രമുണ്ടെങ്കിൽ ഹിജാസ്, സൗദി അറേബ്യ മാത്രമാണുള്ളത്. ലോകത്ത് വേറെ എവിടെയുമില്ല. അവിടേക്ക് മടങ്ങുന്നു. അതുകൊണ്ട് സൗദി അറേബ്യയിലെ രാജാവ് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ ഏകദൈവവിശ്വാസികൾക്ക്, മുസ്ലിങ്ങൾക്ക് ഒരു അഭിമാനകരമായ ഒരു സംഭവം ഉണ്ടായി. നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അത് അവിടെ മാത്രമേ കാണാനുള്ളൂ. കാരണം ഒരു മുസ്ലിം രാഷ്ട്രത്തിൻ്റെ നേതാവ് വന്നു. നമ്മുടെ നാടും ഭാരതം വിഗ്രഹാരാധനയുടെ നാടാണ്. അവിടെ എല്ലാവരെയും അത് ഒരു സംസ്കാരമായി നടന്ന കാലമാണ്. അതുകൊണ്ട് ഇവിടെ വന്നാൽ ഒരു സാധാരണ മര്യാദയുണ്ട്. ഇവിടെ നമ്മുടെ രാഷ്ട്രപിതാവുണ്ട്, ഗാന്ധിജി. മഹാത്മജിയുടെ സമാധിയിൽ പോയി ഒരു പുഷ്പചക്രം ചാർത്തണം. അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. കാരണം ഒരു ഇസ്ലാമിക സംസ്കാരം നിലക്ക് പോകുന്ന ഉടനെ അജ്മീറിലാണ്